അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് ഏറ്റവും അനിവാര്യമായ ആവശ്യമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുന്നില്ല എങ്കിൽ നമ്മളൊരു പക്ഷേ അവസാനമായിട്ടായിരിക്കും ഇന്ത്യയിലെ ജനത പോളിംഗ് ബൂത്തിലേക്ക് പോവുക. ഇനി ഇന്ത്യയിൽ ഒരു തിരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാകണമെന്നില്ല. നമ്മളെല്ലാം പങ്കെടുക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പായി ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറിയേക്കാനുള്ള സാധ്യതയാണ് ശ്രീ മല്ലികാർജുൻ ഖർഗെ സൂചിപ്പിച്ചത്. അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാം കൂടി ചേർന്ന് ഈ രാജ്യത്തെ ഒരു ഏകാധിപത്യ, സമഗ്രാധിപത്യ, സർവാധിപത്യ മതരാഷ്ട്രമാക്കി മാറ്റാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പുകളെ വേണ്ട എന്ന് അവർ തീരുമാനിക്കും. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തന്നെ പാകിസ്ഥാനും കൂടെ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ഒരു രാഷ്ട്രമായി മാറിയപ്പോൾ അതൊരു മതരാഷ്ട്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു മതരാഷ്ട്രമാകണമെന്ന ആവശ്യമുണ്ടായിരുന്നു. ആ ആവശ്യങ്ങളെ നിരാകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഒരു മതേതര രാജ്യമാക്കി മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും മൗലാന ആസാദും സർദാർ വല്ലഭായ് പട്ടേലും സരോജിനി നായിഡുവും മഹാനായ അംബേദ്കർ സംഭാവന ചെയ്ത മഹത്തായ ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഇതൊരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഈ രാജ്യത്തെ മാറ്റിയത്. BJP ശ്രമിക്കുന്നത് ഇന്ത്യയെ ഒരു ഹിന്ദു പാകിസ്ഥാനാക്കി മാറ്റാനാണ്. ഇന്ത്യയെ ഒരു ഹിന്ദു പാകിസ്ഥാനാക്കി മാറ്റാൻ, ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ നേരിടുന്നത് കോൺഗ്രസിനൊരു കേന്ദ്രാധികാരം കിട്ടാനല്ല, ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കാനല്ല, കുറെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് കേന്ദ്രത്തിൽ മന്ത്രിമാരാകാനല്ല. പകരം ഇന്ത്യ എന്ന രാജ്യം അതിന്റെ ജനാധിപത്യ സ്വഭാവത്തെ, അതിന്റെ മതേതരത്വം എന്ന വലുതായ മൂല്യത്തെ ഇന്ത്യയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വേറെയും ചില ആളുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അവരുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരെന്തിനാണ് മത്സരിക്കുന്നതെന്ന്. അടുത്തിടെ CPM-ന്റെ പ്രമുഖനായ നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം, മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി, ചെങ്ങന്നൂരുമായിട്ടൊരു ബന്ധമൊക്കെ ഉള്ള ശ്രീ AK ബാലൻ, അദ്ദേഹം നടത്തിയൊരു പ്രസ്താവന. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കുറച്ച് സീറ്റുകൾ വേണം, കുറച്ച് വോട്ടുകൾ വേണം. എന്തിനാണ്? കുറച്ച് സീറ്റുകളും വോട്ടുകളും ഇല്ല എങ്കിൽ നമ്മുടെ പാർട്ടിയുടെ ദേശീയ അംഗീകാരം നഷ്ടപ്പെടും. നമ്മുടെ പാർട്ടിയുടെ ദേശീയ അംഗീകാരം നഷ്ടപ്പെട്ടാൽ നമ്മുടെ പാർട്ടിക്ക് നമ്മുടെ ചിഹ്നം നഷ്ടപ്പെടും. പിന്നെ ചിഹ്നം നഷ്ടപ്പെട്ടാലോ ഇലക്ഷൻ കമ്മീഷൻ തരുന്ന ചിഹ്നത്തെ മത്സരിക്കേണ്ടി വരും. പ്രധാന പാർട്ടികളുടെ ചിഹ്നം കഴിഞ്ഞ് പിന്നെയും കൊള്ളാവുന്ന കുറെ ചിഹ്നങ്ങളുണ്ട്. ഫുട്ബോള്, മെഴുകുതിരി, പുസ്തകം, സൈക്കിള്, അതുമൊക്കെ വേറെ ചില ആൾക്കാർക്ക് കൊടുത്തും പോയി. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ചിഹ്നത്തെ മത്സരിക്കേണ്ടി വരും. അത് ഏതൊക്കെ ചിഹ്നമാ? ഈനാമ്പേച്ചി, മരപ്പട്ടി, എലിപ്പെട്ടി, തേള്, ഈ ചിഹ്നങ്ങളിലൊക്കെ മത്സരിക്കേണ്ടി വരും. അദ്ദേഹം തന്നെ മൈക്കിന്റെ മുമ്പിൽ നിന്ന് പറയുന്നുണ്ട്, അടുത്ത തെരഞ്ഞെടുപ്പ് 2026 നടക്കുമ്പോൾ നമ്മൾ ചെങ്ങന്നൂരിൽ അനൗൺസ് ചെയ്യും, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇന്ന ആൾക്ക് ഈനാമ്പേച്ചി ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്നൊക്കെ അനൗൺസ് ചെയ്ത് നടക്കേണ്ടി വരും. അനൗൺസ് ചെയ്യുന്നവർക്ക് ഒരു പ്രയാസമുണ്ട്. ഈനാമ്പേച്ചിയാണ് ചിഹ്നമെങ്കിൽ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ ഈനാമ്പേച്ചി എന്ന് അനൗൺസ് ചെയ്യാൻ പറ്റത്തില്ല. അധ്വാന വർഗത്തിന്റെ പ്രതീകമായ മരപ്പട്ടി എന്ന് അനൗൺസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റുകാര് മത്സരിക്കുന്നത് മരപ്പട്ടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ വളരെ ലളിതമായ എന്നാൽ ഗൗരവമേറിയ ഒരു ചോദ്യം ഉയരുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്തിനാണ്? മരപ്പട്ടിയിൽ നിന്നും മാർക്സിസ്റ്റുകാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, മതഫാസിസ്റ്റുകളുടെ കയ്യിൽ നിന്നും ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ സമീപിക്കേണ്ടത് എന്ന വളരെ ഗൗരവമുള്ള ഒരു ചോദ്യത്തിന്റെ മുൻപിൽ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റു ചില സ്ഥാനാർത്ഥികളുണ്ട്. സ്ഥാനാർത്ഥികളെ കുറിച്ച് വ്യക്തിപരമായി ഏതെങ്കിലും തരത്തിൽ അധിക്ഷേപിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നതുകൊണ്ട് ഞാൻ അതിനൊന്നും മുതിരുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം,
ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന നേതാവോ സ്ഥാനാർത്ഥിയോ അല്ല ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. ഇവിടെ നോക്കൂ, 2009 ഇടതുപക്ഷത്തിന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ഒരു മാസത്തേക്ക് അദ്ദേഹം ഇവിടേക്ക് ഉണ്ടായിരുന്നു. ഒരു മാസം കഴിഞ്ഞു, തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു. പിന്നെ ആ സ്ഥാനാർത്ഥി ആരെങ്കിലും ഇവിടെ കണ്ടിട്ടുണ്ടോ? 2009 ഇവിടെ ആരാ മത്സരിച്ചെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 2009 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അനിൽകുമാർ എന്നോ മറ്റോ പേരുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. 2014 ആയപ്പോ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഇടതുപക്ഷം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഒരു മാസം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോ പിന്നെ ആ സ്ഥാനാർത്ഥി ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചെങ്ങറ സുരേന്ദ്രനാണെന്നാണ് എന്റെ ഓർമ്മ. 2014 മത്സരിച്ച സ്ഥാനാർത്ഥി ഒരു മാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവര് പോയി. 2019 ഒരു സ്ഥാനാർത്ഥിയെ അവര് ഇലക്ഷൻ ആയപ്പോൾ പ്രഖ്യാപിച്ചു. കുറച്ചു ദിവസം ഇവിടൊക്കെ ഉണ്ടായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞു, അവര് പോയി. ഈ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിന് 30 ദിവസം മുമ്പ് ഒരാളെ പ്രഖ്യാപിക്കും. ഒരു 30-35 ദിവസം അവരിവിടെ ഉണ്ടാകും, അവരിവിടുന്ന് പോകും. ഈ കഴിഞ്ഞ 15 വർഷവും നമ്മുടെ വീട്ടിലെ ഓരോ ചെറിയ കാര്യത്തിനും നമ്മളെന്ന് പറഞ്ഞപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിക്കാര് എന്ന മാത്രത്തിലല്ല, അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ സാധാരണക്കാരന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങൾക്ക് പോലും നമ്മുടെ വീട്ടിൽ ആദ്യം ഓടിയെത്തുന്ന നേതാവിന്റെ പേരാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. കൊടിക്കുന്നിൽ സുരേഷ് അങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പ്രത്യക്ഷപ്പെട്ടു പോകുന്നയാളല്ല, എന്നും നമ്മളോടൊപ്പം നിൽക്കുന്നയാളാണ്. നമ്മളുടെ ആവശ്യങ്ങളോടൊപ്പം, അപ്പം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് മാത്രമല്ല. നമ്മൾ പ്രതിസന്ധി നേരിട്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മള് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ ഉറങ്ങി എഴുന്നേറ്റപ്പോ അടുക്കളയില് ഒരു മഞ്ഞക്കുട്ടി ഇല്ലേ? രാവിലെ ഉറങ്ങി എഴുന്നേറ്റപ്പോ മുളക്കുഴയിൽ കിടന്നവരുടെ വീട്ടിൽ അടുക്കളയിൽ മഞ്ഞക്കുട്ടിയ. കേരളത്തിൽ ആദ്യമായി പിണറായി വിജയന്റെ കേരയിൽ എന്ന് പറഞ്ഞ ജനവിരുദ്ധ പദ്ധതിക്കായി ഉയർന്നു കേട്ട ശബ്ദം ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന്റേതായിരുന്നു എന്ന കാര്യം നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയില്ലേ? നോക്കൂ, അദ്ദേഹം നൂറിനാട് നടത്തിയ 48 മണിക്കൂർ നിരാഹാര സമരം, 48 മണിക്കൂർ നിരാഹാര സമരം അദ്ദേഹം നടത്തി. കേരളത്തിൽ കേരയിൽ എന്ന് പറയുന്ന ഈ നാട്ടിലെ പാവപ്പെട്ടവനെ അവന്റെ വീട്ടിൽ നിന്നും ഏകപക്ഷീയമായി കുടിയിറക്കുന്ന ആ ജനവിരുദ്ധ പദ്ധതിക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ സമരം നടത്തിയത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന്റെ നേതൃത്വത്തിൽ ഈ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ നൂറിനാട്ടാണ്. അതിനുശേഷം ചങ്ങനാശ്ശേരിയിൽ കേരളത്തിനെതിരായിട്ടുള്ള വലിയ സമരമുണ്ടായി. ചെങ്ങന്നൂരിൽ മുളക്കുഴയിൽ കേരളത്തിനെതിരായിട്ടുള്ള വലിയ സമരമുണ്ടായി. പിന്നെയാണ് ഞങ്ങളൊക്കെ, ഞാനും കൊല്ലം പാർലമെന്റ് മെമ്പർ ശ്രീ NK പ്രേമേന്ദ്രൻ അടക്കമുള്ള ജനപ്രതിനിധികൾ ഉണ്ടറയിലും കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ കേരളയിൽ കടന്നു പോകുന്ന സ്ഥലങ്ങളിലുമെല്ലാം തന്നെ സമരങ്ങൾ ആരംഭിച്ചത്. പിന്നീട് ആ സമരം കേരളത്തിൽ ഒട്ടാകെ ജനങ്ങളാകെ ഏറ്റെടുത്ത് ആ സമരം മുന്നോട്ട് കൊണ്ടുപോവുകയും കൊടിക്കുന്നിൽ സുരേഷ് ഈ സംസ്ഥാനത്ത് ആരംഭിച്ച കേരളയിൽ വിരുദ്ധ സമരം ഒടുവിൽ ആ സർക്കാരിന് ആ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങേണ്ടി വരികയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. കുട്ടനാട്ടിലെ നെൽകർഷകർക്ക് വേണ്ടി നിരന്തരമായി അദ്ദേഹം പോരാടുകയാണ്. 2009 UPA ഗവൺമെന്റിന്റെ കാലത്ത് കുട്ടനാടിന്റെ സമഗ്രമായ കാർഷിക പുരോഗതി, ചെങ്ങന്നൂരും മാവേലിക്കരയും ചങ്ങനാശ്ശേരിയും ഒക്കെ ഉൾക്കൊള്ളുന്ന അപ്പർ കുട്ടനാടിന്റെ സമഗ്രമായ കാർഷിക പുരോഗതിക്ക് വേണ്ടി കൊണ്ടുവന്ന കുട്ടനാട് പാക്കേജ്, ആ കുട്ടനാട് പാക്കേജ് 1200 കോടിക്ക് മുകളിലാണെന്നാണ് എന്റെ ഓർമ്മ. ഡോക്ടർ സ്വാമിനാഥൻ, ഭാരതരത്ന ഡോക്ടർ സ്വാമിനാഥൻ, അന്ന് UPA ഗവൺമെന്റ് ഇന്ത്യയിലെ കാർഷിക വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ സ്വാമിനാഥനെ, ആ ഡോക്ടർ സ്വാമിനാഥനെ അധ്യക്ഷനാക്കി നിയോഗിച്ച ആ കുട്ടനാട് പാക്കേജ്, കുട്ടനാടിന്റെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി സമഗ്രമായ ഒരു കാർഷിക പാക്കേജ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു എന്നത് മാത്രമല്ല, പിന്നീട് ആ പാക്കേജ് പിന്നീട് വന്ന ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആ കാർഷിക പാക്കേജിൽ നിന്നും പിന്നോക്കം പോയ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ജനകീയ സമരങ്ങളുമായി കുട്ടനാട്ടിലെ അപ്പർ കുട്ടനാട്ടിലെ കർഷകരോടൊപ്പം നിന്ന നേതാവാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. അതുപോലെ തന്നെ കുട്ടനാട്ടിലെ നെൽകർഷകർക്ക്
അവരുടെ നെല്ലെടുത്ത് അവർക്ക് യഥാസമയം പണം കൊടുക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോ കർഷകർ ഇവിടെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. ഗവൺമെന്റ് കുട്ടനാട്ടിലെ പാവപ്പെട്ട കർഷകരോട്, നിസ്സഹായ കർഷക ജീവിതങ്ങളോട് നീതി പുലർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്തു. കർഷകർക്ക് നേരെ പോലീസിന്റെ ലാത്തി ചാർജ് ഉണ്ടായി. ഉദ്ഘാടനം ചെയ്ത് ഒരു പ്രസംഗവും പ്രസംഗിച്ച് വണ്ടി കയറി പോകുന്നയാളല്ല ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. ആ കർഷകർക്ക് നേരെ പോലീസിന്റെ അതിക്രമം ഉണ്ടായപ്പോൾ അവരോടൊപ്പം നിന്ന് പോലീസ് ലാത്തി ചാർജിൽ പരിക്ക് പറ്റിയ നേതാവിന്റെ പേരാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. അപ്പോഴൊന്നും ഇപ്പോൾ സ്ഥാനാർത്ഥികളായി അവതരിച്ച ഒരാളെയും കുട്ടനാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഊർനാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചെങ്ങന്നൂരിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ആളുകളെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന ആളുകളാണ്. കൊടിക്കുന്നിൽ സുരേഷ്, ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത, ഇത് പത്തനാപുരത്ത് CR നജീബൊക്കെ ഇവിടെ ഉണ്ട്, ആ വനത്തിൽ നിന്നും ആരംഭിക്കുന്നതാണ്. അറബിക്കടലിൽ ശ്രീ ജോസി സെബാസ്റ്റ്യൻ ഇപ്പോൾ അദ്ദേഹം എത്തി. കുട്ടനാടിന്റെ അങ്ങേയറ്റം അറബിക്കടലിലാണ് അവസാനിക്കുന്നത്. ഈ വനത്തിൽ തുടങ്ങി അറബിക്കടലിൽ അവസാനിക്കുന്ന ഇത്രയും ഭൂമിശാസ്ത്രപരമായ എത്തിച്ചേരാൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള 3 ജില്ലയിലാണ് MP ഫണ്ടിന്റെ വിനിയോഗത്തിന്റെ കത്ത് കൊടുക്കേണ്ടത്. ഇല്ലേ? കോട്ടയം ജില്ലാ കളക്ടർക്ക് കൊടുക്കണം, ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് കൊടുക്കണം, കൊല്ലം ജില്ലാ കളക്ടർക്ക് കൊടുക്കണം. MP ഫണ്ടിന്റെ വിനിയോഗത്തിന്റെ റിവ്യൂ നടത്തണമെങ്കിൽ 3 കളക്ടറേറ്റിൽ റിവ്യൂ നടത്തണം. ഇതുപോലെ ഒരു MP രാഹുൽ ഗാന്ധിയാണുള്ളത്. അദ്ദേഹത്തിന് വയനാടും കോഴിക്കോടും മലപ്പുറവും 3 ജില്ലകളുണ്ട്. അത് കഴിഞ്ഞാൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ് 3 ജില്ലകളെ ഉൾക്കൊള്ളുന്ന ഒരു പാർലമെന്റ് മണ്ഡലത്തിന്റെ MP ആണ്. പക്ഷേ ഊണില്ലാതെ, ഉറക്കമില്ലാതെ, സമയത്ത് ആഹാരം കഴിക്കാതെ, ആരോഗ്യം ശ്രദ്ധിക്കാതെ പലപ്പോഴും ഈ വേദിയിലൊക്കെ ഇരുന്ന് ഉറങ്ങുന്നത് കാണാം. കാരണം എന്താ? രാത്രി വളരെ വൈകും വരെ ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വിശ്രമമില്ലാതെ, ഭക്ഷണം കഴിക്കാതെ, നിരന്തരമായി അഭിനയിക്കാൻ അറിയാതെ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഒരു പച്ച മനുഷ്യനായി നിന്നുകൊണ്ട് ഈ നാട്ടിലെ കർഷകന് വേണ്ടി, കശുവണ്ടി തൊഴിലാളിക്ക് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി, സാധാരണക്കാരന് വേണ്ടി നിരന്തരം പോരാടുന്ന കഠിനാധ്വാനിയായ ഒരു പാർലമെന്റ് മെമ്പർ. യാതൊരു തലക്കനവുമില്ല. തലക്കനം ഉണ്ടാകാൻ ഒരുപാടുണ്ട്. 7 തവണ പാർലമെന്റ് മെമ്പറായാൽ, കേന്ദ്രമന്ത്രിയായാൽ, ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും സീനിയർ പാർലമെന്റ് മെമ്പർമാരിൽ ഒരാളായ ഒരാൾക്ക് തലക്കനം ഉണ്ടാവാൻ സ്വാഭാവികമായി ഉണ്ടായി പോകും. പക്ഷെ ഒരു തലക്കനവുമില്ലാതെ 89-ൽ ആദ്യമായി KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി ഒരു പാർലമെന്റ് മെമ്പറാകാൻ അടൂർ പാർലമെന്റിലേക്ക് കടന്നു വന്ന അതേ മനോഭാവത്തിൽ ജനങ്ങളെ കാണാൻ, ജനങ്ങൾക്കൊപ്പം ജീവിക്കാൻ, അവരുടെ സങ്കടങ്ങളെയും പ്രയാസങ്ങളെയും അതേപോലെ ജീവിത സാഹചര്യത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരാളെന്ന നിലയിൽ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു ജനപ്രതിനിധി, ആ ജനപ്രതിനിധിയുടെ പേരാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്നത് നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ കാണുന്നത് പോലെ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ 2 MP ഓഫീസാണ്. ഒന്ന് കൊട്ടാരക്കരയിലുള്ളത്, 2 ചെങ്ങന്നൂരുള്ളത്. അപൂർവം MP-മാർക്ക് മാത്രമാണ് 2 MP ഓഫീസ് ഉള്ളത്. എന്തിനു വേണ്ടിയിട്ടാ? ഈ കുട്ടനാട്ടിലെ ഒരു കർഷകൻ MP-യെ കാണാൻ കൊട്ടാരക്കര വരെ പോകുന്നത് ഒഴിവാക്കാനാണ്. അവന് ചിലപ്പോൾ വണ്ടിക്കൂലി കാണത്തില്ല, അവിടെ വരെ എത്തിച്ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ കൊട്ടാരക്കരയിൽ നിലവിലൊരു MP ഓഫീസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം അടൂർ പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന സമയത്ത്, ആ സമയത്ത് അവിടെ ഒരു MP ഓഫീസ് ഉണ്ടായിരുന്നു. വേണമെങ്കിൽ അത് മതി. ചങ്ങനാശ്ശേരിക്കാരും ചെങ്ങന്നൂരുകാരും കുട്ടനാട്ടുകാരും എല്ലാം അവരുടെ ആവശ്യത്തിനല്ലേ, അവർ കൊട്ടാരക്കര വന്നോളും എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ ഒരു കശുവണ്ടി തൊഴിലാളിയുടെ മകനായി, ഒരു കർഷക തൊഴിലാളിയുടെ മകനായി ഈ പ്രയാസങ്ങളും പരിദേവനങ്ങളും എല്ലാം ജീവിതത്തിൽ സ്വയം അനുഭവിച്ചു വന്ന ഒരാൾക്ക് അങ്ങനെ കരുതാൻ കഴിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം MP ആയ 2009-ൽ തന്നെ ചെങ്ങന്നൂരിൽ ഈ 3-4 മണ്ഡലത്തിൽ മാവേലിക്കരക്കാർക്കും ചെങ്ങന്നൂരുകാർക്കും ചങ്ങനാശ്ശേരിക്കാർക്കും കുട്ടനാട്ടുകാർക്കും വേണ്ടിയിട്ട് ചെങ്ങന്നൂരിൽ ഒരു ഓഫീസ് ഇട്ട് ഏത് സമയവും പാർലമെന്റ് ഇല്ലാത്ത സമയങ്ങളിൽ ജനങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചത്. ഞാൻ എന്തിനാണ് ഇത്രയും, നമുക്കെല്ലാം അറിയുന്ന കാര്യമാണെങ്കിൽ പോലും ചാനൽ ചർച്ച, ഇപ്പോ എല്ലാ ചാനലിലും ഈ റോട്ടിലുള്ള ചർച്ചയുണ്ടല്ലോ, ഓരോരുത്തർ വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. ഇതുപോലെ ജനങ്ങൾക്ക് വേണ്ടി നിന്ന ഒരു ജനപ്രതിനിധി തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം വരുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാരെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടോടുകൂടി ആയിരിക്കാം വിമർശിക്കുന്നത് കാണുമ്പോൾ
ഇത് പറയാതെ പോകുന്നത്, ഇത്രയും കാലം ഇതൊക്കെ അടുത്തുനിന്ന് കണ്ട ഒരു എളിയ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ്, എന്റെ കടമയാണ് എന്നതിന്റെ പേരിലാണ്. ഇതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, ഇതെല്ലാം എന്നെക്കാൾ നന്നായി അറിയുന്നവരാണെന്നുള്ളതാണെങ്കിൽ പോലും നമ്മുടെ മാധ്യമ സ്നേഹിതന്മാരും ഒക്കെ വലുതായി വന്നിരിക്കുന്ന ഒരു വേദിയിൽ ഇതൊന്ന് ഞാൻ സൂചിപ്പിച്ചു എന്നതേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്ന ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പൊ ഗ്യാരണ്ടികളെ കുറിച്ചാണ് ചർച്ച. കഴിഞ്ഞ ദിവസം പത്രം എടുത്തപ്പോ ഒരു പത്രത്തിന്റെ, എല്ലാ പത്രവും ഞാൻ കണ്ട 1-2 പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ മുഴുവൻ പരസ്യമായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, ചെങ്ങന്നൂരും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ജയ്സ ഉണ്ടായിരുന്നോ? ഇവിടെ ഉണ്ടായിരുന്നു. ആരുടെ ഗ്യാരണ്ടിയാണ്? മോദിജിയുടെ ഗ്യാരണ്ടിയാണ്. അതിലെ ഒരു ഗ്യാരണ്ടി വായിച്ചിട്ട് ഞാൻ കുറച്ചു നേരം ചിരിച്ചുപോയി. ഒരു ഗ്യാരണ്ടി എന്താണെന്ന് അറിയുമോ? അവർ അധികാരത്തിൽ വന്നാൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കുമെന്ന്. അപ്പൊ ഇപ്പൊ ആരാ അധികാരത്തിൽ? ഇപ്പൊ ഇവരല്ലേ അധികാരത്തിൽ. അവരധികാരത്തിൽ വന്നാൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കുമെന്നാണ് പറയുന്നത്. ഇപ്പൊ അവർ അധികാരത്തിലാണ്. അവർക്ക് കുറയ്ക്കാമായിരുന്നു, അവർക്ക് കഴിയുമായിരുന്ന ഒരു കാര്യം, അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു കാര്യം അവരുടെ വാഗ്ദാനമായി, അവരുടെ ഗ്യാരണ്ടിയായി അവർ അവതരിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ആലോചിച്ചു, ഇവരുടെ പഴയ ഗ്യാരണ്ടിയുടെ സ്ഥിതി എന്താ? അതൊന്ന് പരിശോധിക്കണ്ടേ? 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം എല്ലാവരോടും പറഞ്ഞത് എന്താ? വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് കള്ളപ്പണമുണ്ട്, ആ കള്ളപ്പണം മുഴുവൻ ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരും, എന്നിട്ട് എല്ലാവരുടെയും അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വെച്ച് നിക്ഷേപിക്കും. അത് ആർക്കാണെങ്കിലും വല്ലാതെ ആകർഷിക്കുന്ന ഒരു സംഖ്യയാണ് 15 ലക്ഷം രൂപ എന്ന് പറയുന്നത്. 15 ലക്ഷം രൂപ നിക്ഷേപിക്കും എന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും 14-ലെ മോദിജിയുടെ ഒന്നാമത്തെ ഗ്യാരണ്ടി ഈ 15 ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ടോ? ആർക്കും ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഗ്യാരണ്ടി ഒരു വർഷം 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതായിരുന്നു. ചെറുപ്പക്കാരോട്, അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് നൽകിയ വാഗ്ദാനം പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. എന്നിട്ട് എന്തായി? 2 കോടി തൊഴിലവസരം വെച്ചാണെങ്കിൽ 10 വർഷം കൊണ്ട് 20 കോടി തൊഴിൽ കിട്ടേണ്ടതാണ്. എന്താണ് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ? 45 വർഷത്തെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ് ഇന്ത്യയിലുള്ളതെന്ന് പറഞ്ഞത് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനാണ്, NSSO. NSSO എന്ന് പറഞ്ഞത് ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷിയല്ല, കോൺഗ്രസ് പാർട്ടിയുടെ പോഷക സംഘടനയല്ല, കേന്ദ്ര സർക്കാർ നിയോഗിച്ച നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ NSSOയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് 45 വർഷത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് ഇന്ത്യയിൽ ഇപ്പോഴുണ്ട്. അതിൽ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനം ഈ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളവുമാണ്. എവിടെ പോയി മോദിയുടെ 2 കോടി തൊഴിലവസരം വാഗ്ദാനം? ഇനി സ്റ്റാറ്റിസ്റ്റിക്സും NSSO ഡേറ്റയിലൊന്നും പോകണ്ട. പത്രത്തിലൊരു വാർത്ത വന്നു, ഉക്രൈനിൽ തൊഴിലവസരമുണ്ട്, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ അപേക്ഷിച്ച്. ഉക്രൈനിൽ ഇപ്പൊ എന്ത് നടന്നുകൊണ്ടിരിക്കുക? യുദ്ധം. ഇസ്രായേലിൽ തൊഴിലവസരമുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ പോകാൻ റെഡിയാ, അവിടെയും യുദ്ധമാണ്. റഷ്യയിൽ തൊഴിലവസരമുണ്ട്, കുട്ടികൾ റെഡിയാ പോകാൻ, അവിടെയും യുദ്ധമാണ്. ഈ യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിൽ പോകാൻ പോലും കുട്ടികൾ റെഡിയാണ്. നരേന്ദ്രമോദിയുടെയും പിണറായി വിജയന്റെയും ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. MC റോഡിൽ പോയാൽ, NH-ൽ യാത്ര ചെയ്താൽ ഏറ്റവും കൂടുതൽ പരസ്യ പലകയിലുള്ളത് എന്താ? തുണിക്കടയുടെ പരസ്യമാണോ? സ്വർണ്ണക്കടയുടെ പരസ്യമാണോ? സ്റ്റഡി അബ്രോഡ്, UK, കാനഡ, ഓസ്ട്രേലിയ. കുട്ടികൾ രക്ഷപ്പെടാൻ പായാണ്. നോക്കൂ, ഞാൻ ചിലരോട് ചോദിച്ചു, നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത്? അപ്പൊ അവരോട് ചോദിച്ചു, ഞങ്ങൾ എന്തിനിവിടെ നിൽക്കണമെന്ന് ചേട്ടൻ പറ. എന്നിട്ട് ഞങ്ങൾ ചേട്ടൻ ചോദിച്ചതിന്റെ ഉത്തരം പറയാം. ഞാൻ അവരോട് തർക്കിക്കാൻ പോയില്ല, കാരണം തർക്കിച്ചാൽ ഞാനല്ല, അവർ ജയിക്കും. ഈ നാട് വിട്ടുപോകുന്നതിന് 100 കാരണങ്ങൾ അവരിങ്ങോട്ട് പറയും.
ഈ ചെങ്ങന്നൂര്, ചങ്ങനാശ്ശേരി, മാവേലിക്കര ഈ പ്രദേശങ്ങളൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ വളരെ വലിയ ഒരു ഓൾഡേജ് ഹോമായി മാറാൻ പോവുകയാണ്. വീടുകളിലൊക്കെ പ്രായം ചെന്നവർ മാത്രമേ ഉള്ളൂ. വലിയൊരു വൃദ്ധസദനമായി മാറുകയാണ് കേരളം. കുട്ടികളൊക്കെ എവിടെങ്കിലും പോയി രക്ഷപ്പെടുകയാണ്. കാരണം എന്താ? ഇവിടെ ജോലി ചെയ്ത് ജീവിക്കാനുള്ള തൊഴിലവസരങ്ങളില്ല. അല്ലെങ്കിൽ മാസത്തിൽ ഒരു പണിയും എടുക്കാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് 25 ലക്ഷം രൂപ ഇട്ടു തരുന്ന ഏതെങ്കിലും കർത്താവ് നമ്മുടെ പരിചയത്തിൽ ഉണ്ടാകണം, അല്ലേ? ഏതെങ്കിലും ഒരു കർത്താവ് ഒരു പണിയും എടുക്കാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് 25 ലക്ഷം രൂപ വെച്ച് എല്ലാ മാസവും ഇട്ടു തരാനുണ്ടെങ്കിൽ UK പോകണ്ട, കാനഡയിൽ പോകണ്ട, ഓസ്ട്രേലിയയിൽ പോകണ്ട. അങ്ങനെ ഇല്ലാത്തവർക്കൊക്കെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടേണ്ടി വരും. പട്ടാളത്തിൽ കരാർ നിയമനം ഒന്ന് കേട്ടുകേൾവി ഉണ്ടായിരുന്നു. പട്ടാളത്തിലെ കരാർ നിയമനം, പട്ടാളത്തിലെ കരാർ നിയമനത്തിന്റെ ഓമന പേരാണ് അഗ്നിപഥ് അല്ലെങ്കിൽ അഗ്നിവീർ എന്ന് പറയും. 20ാമത്തെ വയസ്സിൽ ഒരാൾ ജോലിക്ക് കയറിയാൽ, പട്ടാളത്തിൽ കയറിയാൽ 25ാമത്തെ വയസ്സാകുമ്പോ പിരിയുകയാണ്. യാതൊരു ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഇല്ലാതെ പിരിഞ്ഞു പോകേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ്. അങ്ങനെ പട്ടാളത്തിൽ പോലും കരാർ നിയമനം കൊണ്ടുവന്ന നരേന്ദ്രമോദിയാണ് 10 കൊല്ലം മുമ്പ് പ്രതിവർഷം 2 കോടി തൊഴിലവസരം സൃഷ്ടിക്കും എന്ന ഗ്യാരണ്ടി നൽകിയത്. മോദിജിയുടെ 3ാമത്തെ ഗ്യാരണ്ടി, കുട്ടനാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും. എന്തായി 3ാമത്തെ ഗ്യാരണ്ടി? നമുക്ക് പരിശോധിക്കാം, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. കർഷകരുടെ വരുമാനം ഇരട്ടിയായിട്ടുണ്ടായിരുന്നെങ്കിൽ രാജ്യ തലസ്ഥാനത്ത് രാജ്യത്തിന്റെ അന്നദാതാക്കൾ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഉത്തരാഖണ്ഡിൽ നിന്നും വയനാട്ടിൽ നിന്ന് പോലും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യയുടെ തലസ്ഥാനത്തേക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സമരത്തിന് പോകുമായിരുന്നു. അത്യുഷ്ണത്തിൽ, അതിശൈത്യത്തിൽ വെടിവെച്ചു കൊല്ലുന്ന ഭരണകൂടത്തിന്റെ അധികാര ഗർവിന്റെ മുമ്പിൽ പിന്നോക്കം പോകാതെ അന്നദാതാക്കളായ കർഷകർ കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യയുടെ തലസ്ഥാനത്ത് സമരത്തിലാണ്. കർഷകരുടെ വരുമാനം മോദിജിയുടെ 2014 ഗ്യാരണ്ടിയെ പോലെ ഇരട്ടിയായിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഈ സമരത്തിന് ഡൽഹിയിലേക്ക് വരേണ്ടി വരുമായിരുന്നു. എന്തിനാണ് ഡൽഹി? കുട്ടനാട്ടിലല്ലേ 2 മാസം മുമ്പ് പ്രസാദ് എന്ന് പറഞ്ഞ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തത്? അദ്ദേഹത്തിന്റെ ബന്ധുവിനോട് മരണത്തിന് തൊട്ടുമുൻപ് നടത്തിയ ടെലിഫോൺ സംഭാഷണം നമ്മുടെ മുൻപിലുള്ള ഈ ടെലിവിഷൻ ചാനലുകൾ മുഴുവൻ സംപ്രേഷണം ചെയ്തതല്ലേ? ഞാനൊരു പരാജയപ്പെട്ട കർഷകനാണ്, എന്നെ ഈ സർക്കാർ പരാജയപ്പെടുത്തി. പ്രസാദ് മാത്രമാണോ? നെല്ലെടുത്തിട്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നെല്ലെടുത്തിട്ട് യഥാസമയം പണം കൊടുക്കാത്ത എത്രയോ കർഷകർ ഈ പ്രസംഗം കേട്ടോണ്ട്, എനിക്കിപ്പം കുട്ടനാട്ടുകാരെ നേരെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാകുന്നവരും അറിയാവുന്നവരും ആയതുകൊണ്ട് എനിക്ക് നേരെ പ്രസംഗിക്കുമ്പോൾ എന്റെ മുമ്പിൽ നെല്ലെടുത്തിട്ട് കാശ് കിട്ടാത്ത എത്ര കർഷകർ ഈ പ്രസംഗ പീഠത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് നേരെ കണ്ണോട് കണ്ണ് കാണാൻ പറ്റുന്നുണ്ട്, ഇല്ലേ? അപ്പോ പ്രസാദ് ആത്മഹത്യ ചെയ്തു. പിണറായി വിജയന്റെ മണ്ഡലത്തിലാണ് ഒരു ക്ഷീര കർഷകൻ കഴിഞ്ഞ മാസം ആത്മഹത്യ ചെയ്തത്. ഞാന് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ ഇടുക്കിയിൽ അവിടുത്തെ പാർലമെന്റ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ പോയി. അവിടെ ചെന്നപ്പോഴാണ് മാധ്യമ സ്നേഹിതന്മാർ പറഞ്ഞത്, വെള്ളത്തൂവൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കർഷക ദമ്പതികൾ, വൃദ്ധ ദമ്പതികളാണ്, അവര് കടബാധ്യതകൾ കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കർഷകരാണ്. അവരെ വീട്ടിന്റെ മുമ്പിൽ ഒരു ബോർഡ് വെച്ചിരിക്കുകയാണ്. എന്താണെന്നറിയോ ബോർഡ്? കിഡ്നി വിൽപ്പനയ്ക്ക് ആവശ്യക്കാർ സമീപിക്കുക. ഈ നരേന്ദ്രമോദിയും പിണറായി വിജയനും ഭരിക്കുന്ന ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത്, നമ്മുടെ തൊട്ടപ്പുറത്ത് ഇടുക്കി ജില്ലയിൽ വീടിന് മുമ്പിൽ ബോർഡ് വെച്ചിരിക്കുകയാണ്, കിഡ്നി വിൽപ്പനയ്ക്ക് ആവശ്യക്കാർ സമീപിക്കുക. ഇതാണ് മോദിജിയുടെ 3ാമത്തെ ഗ്യാരണ്ടി. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും. പിന്നെ പെട്രോളിന് 50 രൂപയാക്കും. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇനി 2ാമത്തെ ഗ്യാരണ്ടി ആരുടെയാ? മോദിജിയുടെ അനിയൻ പിണറായിജിയുടെ ഗ്യാരണ്ടി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനം 2016 അധികാരത്തിലെത്തുമ്പോൾ ഇനി കേരളത്തിൽ വിലക്കയറ്റം ഉണ്ടാവില്ല, വിലക്കയറ്റം തടഞ്ഞു നിർത്തും.
സപ്ലൈകോയിലെയും മാവേലി സ്റ്റോറിലെയും 13 സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കത്തില്ല. എന്താ സ്ഥിതി? സപ്ലൈകോയിലെ 13 സബ്സിഡി ഉൽപ്പന്നങ്ങൾക്കും വലിയ തോതിൽ വില വർദ്ധിപ്പിച്ചു. പക്ഷെ അവിടുത്തെ വിലക്കയറ്റം ഇതുവരെ ജനങ്ങളെ ബാധിച്ചിട്ടില്ല. ജനങ്ങളെ ബാധിക്കാത്തതിന്റെ കാര്യം അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അവിടുത്തെ വിലക്കയറ്റം ജനങ്ങളെ ബാധിക്കത്തുള്ളൂ. അവിടെ ഒരു സാധനവും ഇല്ലാത്തതുകൊണ്ട് ഇതുവരെ സപ്ലൈകോയിലെ വിലക്കയറ്റം ജനങ്ങളെ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഈ വിലക്കയറ്റത്തെ കുറിച്ച് ഒരു അടിയന്തര പ്രമേയം നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്നു. ആ അടിയന്തര പ്രമേയം ഞാനാണ് അവതരിപ്പിച്ചത്. ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് കേരള കൗമുദി പത്രത്തിൽ വന്ന ഒരു ഫോട്ടോയും വാർത്തയും ഞാൻ അവതരിപ്പിക്കുന്ന വേളയിൽ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. ഈ കോഴിക്കോട് പാളയത്തെ സപ്ലൈകോ മാർക്കറ്റിന്റെ മുൻപിൽ, കടയുടെ മുമ്പിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോർഡിന്റെ ഫോട്ടോ ചേർത്താണ് കേരള കൗമുദി വാർത്ത കൊടുത്തത്. ആ ബോർഡ് വിലവിവര പട്ടികയാണ്. ആ ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: അരി ഇല്ല, പഞ്ചസാര ഇല്ല, വെളിച്ചെണ്ണ ഇല്ല, പയറ് ഇല്ല, കടല ഇല്ല. ഇത് ഞാൻ ഇങ്ങനെ വായിച്ചു. അപ്പോഴേക്കും സിവിൽ സപ്ലൈസ് മന്ത്രി ക്ഷുഭിതനായി. അദ്ദേഹം പൊട്ടിത്തെറിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇതൊരു വാസ്തവവിരുദ്ധമായ വാർത്തയാണ്. ആ പത്രത്തിന് തന്നെ അവർ കൊടുത്ത വാർത്ത തെറ്റാണെന്ന് ബോധ്യമായി. അവരത് തിരുത്തിയതിനു ശേഷവും വിഷ്ണുനാഥനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി ഈ നിയമസഭയിൽ വന്ന് വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറയുന്നത് ശരിയാണോ എന്ന് ആ മന്ത്രി പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ഇടപെടാൻ ശ്രമിച്ചു. അദ്ദേഹം വഴങ്ങിയില്ല. നമ്മൾ വാക്കൌട്ട് നടത്തി ഇറങ്ങിപ്പോയി. നിയമസഭയുടെ പുറത്തേക്ക് വന്നപ്പോൾ എനിക്ക് കേരള കൗമുദി പത്രത്തിൽ നിന്ന് ഒരു കോൾ വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ പ്രസംഗം കേട്ടു, ഈ മന്ത്രി പച്ചക്കള്ളമാണ് പറഞ്ഞത്. പത്രത്തിന്റെ ഉത്തരവാദിത്വത്തിൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ കൊടുത്ത ഒരു വാർത്തയും ഞങ്ങൾ തിരുത്തിയിട്ടില്ല. തിരുത്തി എന്നത് ശരിയാണ്. എന്താ തിരുത്തിയത്? ഈ വാർത്ത പ്രസിദ്ധീകരിച്ച ദിവസം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആ ഡിപ്പോ മാനേജരെ വിളിച്ച് വരട്ടി അവനോട് തിരുത്താൻ പറഞ്ഞു. അപ്പൊ അവൻ തിരുത്തി. അരി ഇല്ല എന്നുള്ളത് മായിച്ച് അവിടെ ഉണ്ടെന്ന് എഴുതി. പഞ്ചസാര ഇല്ല എന്നുള്ളത് മായിച്ച് ഉണ്ടെന്ന് എഴുതി. വെളിച്ചെണ്ണ ഇല്ല എന്നുള്ളത് മാറ്റി ഉണ്ടെന്ന് എഴുതി. ഇത് കണ്ടുകൊണ്ട് ഒരാൾ സാധനം വാങ്ങിക്കാൻ അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു, അവിടെയുള്ളൂ, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. ബോർഡേലുണ്ട്, കടയിലില്ല. ബോർഡേലുണ്ട്, കടയിലില്ല. മന്ത്രിയുടെ മണ്ഡലത്തിലെ നെടുമങ്ങാട്ടെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ ഈ ചാനലുകാർ മുഴുവൻ മൈക്ക് എടുത്തുകൊണ്ട് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോ അവിടെ ഒരു സാധനവും ഇല്ല. സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിലെല്ലാം ഷെൽഫിനകത്ത് വെള്ളം പതിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഒരു സാധനവുമില്ല. ഇതാണ് പിണറായിജിയുടെ ഒന്നാമത്തെ ഗ്യാരണ്ടി. പിണറായിജിയുടെ രണ്ടാമത്തെ ഗ്യാരണ്ടി സാമൂഹ്യ പെൻഷൻ 2500 രൂപയാക്കും. എല്ലാ മാസവും അത് മുടങ്ങാതെ കൊടുക്കും. 1-ാം തീയതി തന്നെ. 2500 രൂപയായോ? ഈ 2500 രൂപയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു പുതിയ സെസ് കേരളത്തിൽ ഏർപ്പെടുത്തി. എന്താ അത്? പെട്രോളിന് 2 രൂപ, ഡീസലിന് 2 രൂപ അധികമായി ജനങ്ങളിൽ നിന്ന് പിരിക്കുകയാണ്. എന്തിനാ? സാമൂഹ്യ പെൻഷൻ കൊടുക്കാനാന്ന് പറഞ്ഞു. മദ്യപിക്കുന്ന ആളുകളുടെ ഇന്ന് ഫോറിൻ ലിക്വറിന് ഒരു സെസ് ഏർപ്പെടുത്തിയിരുന്നു. ഇതേപോലെ തന്നെ സാമൂഹ്യ പെൻഷൻ കൊടുക്കാനാന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ പുതിയ പെട്രോൾ ഡീസൽ സെസ്. ഇപ്പൊ എന്താ സ്ഥിതി? 7 മാസം കുടിശ്ശികയായി. 1ഉം 2ഉമായിട്ട് 3 മാസത്തെ കുടിശ്ശിക കൊടുക്കുമെന്നാണ് ഇപ്പൊ പറയുന്നത്. ഞാൻ ഇന്നലെ NK പ്രേമേന്ദ്രനോടൊപ്പം എന്റെ മണ്ഡലത്തിലെ ചില കശുവണ്ടി ഫാക്ടറിയിൽ പോയപ്പോൾ ചിലർ പറഞ്ഞു 3 മാസത്തൊന്നും കിട്ടിയിട്ടില്ല, ചിലർക്കൊക്കെ 1 മാസത്തേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ വീണ്ടും 6 മാസത്തെ കുടിശ്ശികയാണ്. 26-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞ് 30-ാം തീയതി ആവുമ്പോ വീണ്ടും 7 മാസത്തെ കുടിശ്ശികയാവും സാമൂഹ്യ പെൻഷൻ. 2500 ആക്കിയോ? ഇല്ല. എന്ന് മാത്രമല്ല, ഹൈക്കോടതിയിൽ കേരള സർക്കാർ പറഞ്ഞിരിക്കുന്നു, എന്താണ്? പെൻഷൻ അവകാശമല്ല എന്ന് പറഞ്ഞാൽ അത് മലയാളം. അതിന്റെ പച്ച മലയാളം എന്താ? ഇനി അങ്ങോട്ട് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടണമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. കോഴിക്കോട്ട് പാപ്പച്ചൻ ജോസഫ് എന്ന് പറഞ്ഞ ഒരാൾ സാമൂഹ്യ പെൻഷൻ കുടിശ്ശികയായപ്പോ ജില്ലാ കളക്ടർക്ക് കത്തുകൊടുത്തു, SHOയ്ക്ക് കത്തുകൊടുത്തു. ഞാൻ രോഗിയാണ്, സ്ട്രോക്ക് വന്ന് തളർന്നയാളാണ്, ഹൃദ്രോഗിയായ എന്റെ ഭാര്യ മരിച്ചുപോയതാണ്, 43 വയസ്സുള്ള ഭിന്നശേഷിക്കാരായ ഒരു മകളുണ്ട്, എനിക്ക് പെൻഷൻ ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല, മരുന്ന് വാങ്ങാൻ കഴിയില്ല,
പെൻഷൻ കിട്ടിയില്ല. പാപ്പച്ചൻ ജോസഫ് ആത്മഹത്യ ചെയ്തു കോഴിക്കോട് മുതുകാട്. അയാൾ മരിച്ച് കിടക്കുമ്പോ ഡെഡ് ബോഡിയുടെ സമീപത്ത് ഒരു മരുന്ന് കവറിന്റെ പുറത്ത് എന്റെ മരണത്തിന്റെ ഉത്തരവാദി സർക്കാരാണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ നിയമസഭയിൽ ഇത് പറഞ്ഞപ്പോ ബാലഗോപാലൻ മന്ത്രി പറഞ്ഞത് എന്താണെന്നറിയോ? ബാലഗോപാലൻ പറഞ്ഞത് ആ എഴുതിയത് അയാൾ തന്നെയാണോ എന്നുള്ളത് അന്വേഷിക്കുമെന്ന്. ഇത് ഇയാളെ വിളിച്ചു ചോദിക്കുമോ മരിച്ചുപോയ ജോസഫിനോട്? അധികാരം തലക്ക് കയറി സമനില തെറ്റിയിരിക്കുകയാണ് എല്ലാത്തിനും. ഈ സാമൂഹ്യ പെൻഷൻ കുടിശ്ശികയായപ്പോ ഇടുക്കിയിലുള്ള ഒരു അമ്മച്ചി മറിയ ചേട്ടത്തി അവരൊരു ഭിക്ഷാപാത്രവുമായിട്ട് സമരത്തിനിറങ്ങി. ഒരു പ്രതീകാത്മക സമരമാണ്. പക്ഷേ ഈ ഭരണകൂടത്തെ പിടിച്ചു കുലുക്കിയ സമരമാണ് 83 വയസ്സുകാർ നടത്തിയത്. അല്ലേ? അവരിറങ്ങിയപ്പോ ദേശാഭിമാനി നേരത്തെ അറിയിക്കുന്ന പത്രം പിറ്റേന്നൊരു വാർത്ത കൊടുത്തു. മറിയക്കുട്ടിയുടേത് നാടകം, തിരക്കഥ കോൺഗ്രസിന്റേത്. മറിയക്കുട്ടി അതിസമ്പന്ന, പേരിൽ 1.5 ഏക്കർ ഭൂമി ഇന്ന സ്ഥലത്തുണ്ട്, 2 വീട് സ്വന്തമായിട്ടുണ്ട്, 1 വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്, 5000 രൂപ വാടക കിട്ടുന്നുണ്ട് പ്രതിമാസം. മകൾ ന്യൂയോർക്കിലാണ്, അവിടെ നിന്നുള്ള വരുമാനം എല്ലാ മാസവും കിട്ടുന്നുണ്ട്. പിറ്റേ ദിവസം മറിയക്കുട്ടി ചേട്ടത്തി അവരുടെ വില്ലേജ് ഓഫീസിൽ ചെന്നു. ഓഫീസറോട് പറഞ്ഞു, ദേശാഭിമാനി എനിക്കൊരു 1.5 ഏക്കർ ഭൂമി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് പേരിക്കുട്ടി തരണം, എനിക്ക് കരമടയ്ക്കാനാന്ന് പറഞ്ഞു. അപ്പോഴാണ് ദേശാഭിമാനിക്ക് അബദ്ധം മനസ്സിലായത്. ദേശാഭിമാനിയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ 83 വയസ്സുള്ള മറിയക്കുട്ടി ചേട്ടത്തിയോട് ക്ഷമ ചോദിച്ച് വാർത്ത തെറ്റാണ് എന്ന് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പിറ്റേ ദിവസം ഒരു ചെറിയ വാർത്ത പ്രസിദ്ധീകരിച്ചു. ഈ ദൃശ്യമാധ്യമ പ്രവർത്തകരെല്ലാം അവരുടെ വീട്ടിൽ ചെന്നു. ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ ഒരു വീടാ. അപ്പൊ അവരോട് ചോദിച്ചു. അപ്പോ അവര് പറഞ്ഞു, ഇത് ആരുടെ വീടാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇത് എന്റെ ന്യൂയോർക്ക് അടിമാലിയിലുള്ള മൂത്ത മോളുടെ വീടാണ്. അപ്പം മൂത്ത മോൾ എവിടെയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അവള് ന്യൂയോർക്ക് അടിമാലിയിൽ ലോട്ടറി കച്ചവടം നടത്താൻ പോയതാണ്, വൈകുന്നേരം വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ന്യൂയോർക്കിൽ അടിമാലിയിൽ പോയിരിക്കുകയാണ് ലോട്ടറി കച്ചവടം നടത്താൻ. നിങ്ങൾ പെൻഷൻ കൊടുക്കുന്നില്ല, ആളുകളെ കഷ്ടപ്പെടുത്തുന്നു. അത് ചോദിക്കുന്ന ആളുകളെ നിങ്ങളുടെ പത്രം ഉപയോഗിച്ച്, നിങ്ങളുടെ ആളുകളെ ഉപയോഗിച്ച്, നിങ്ങളുടെ സൈബർ പട്ടാളത്തെ ഉപയോഗിച്ച് അവരെ അപമാനിക്കുന്നു. ഇപ്പൊ കണ്ടല്ലോ വടകരയിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെ അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ നടത്തിയ വ്യാജ പ്രചരണം കേരളം കണ്ടതല്ലേ. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ അതിൽ അവരൊരു തീരുമാനം എടുത്തിട്ട് നമ്മൾ അഭിപ്രായം പറയാനാണ്. വീഡിയോ ഉണ്ടെന്ന് ഗോവിന്ദനും ഇല്ലെന്ന് ടീച്ചറും പറയുകയാണ്. അവർ തമ്മിൽ പാർട്ടിക്കകത്തൊരു തീരുമാനം. ഇപ്പൊ ഗോവിന്ദൻ പറഞ്ഞത് മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. പഴയ VB ചെറിയാൻ നമ്മുടെ മനോരമയിലെ ജോണി ലൂക്കോസിന് നേരെ ചൊവ്വയിൽ കൊടുത്ത ഒരു അഭിമുഖത്തിൽ പണ്ട് CPM ഉണ്ടായിരുന്ന അനുഭവം വെച്ചുകൊണ്ട് ഒരു ലോക്കൽ സെക്രട്ടറിയുടെ ഒരു വ്യക്തിപരമായ കാര്യത്തെ സംബന്ധിച്ച് VB ചെറിയാൻ ആ അഭിമുഖത്തിൽ ജോണി ലൂക്കോസിനോട് പറയുന്നുണ്ട്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇവിടെ. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ ടീച്ചർ പറഞ്ഞതാവത്തില്ല. പാർട്ടി അണികളും പാർട്ടി നേതൃത്വം അംഗീകരിക്കുന്നത് ഗോവിന്ദൻ പറയുന്നതാണ്. എന്തായാലും ഷാഫി പറമ്പിൽ ലീഗൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആ കാര്യത്തിൽ നിയമപരമായി ഏതറ്റം വരെയും പോകാൻ ഐക്യജനാധിപത്യ മുന്നണി തീരുമാനമെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് ആന്തൂരിലെ പാവപ്പെട്ട സാജന്റെ ഭാര്യയോടും ചെയ്തത്. അപ്പൊ നിങ്ങൾ പെൻഷൻ കൊടുക്കണില്ല, അത് ചോദിക്കുന്ന ആളുകളെ അപമാനിക്കുകയാണ്. ഓ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിതി എന്താ? പിണറായി വിജയന്റെ 2016 മാനിഫെസ്റ്റോയിലെ ഒന്നാമത്തെ വാഗ്ദാനം എന്തായിരുന്നു? ഒന്നാമത്തെ വിലക്കയറ്റം. രണ്ടാമത്തെ വാഗ്ദാനം അവരധികാരത്തിൽ വന്നാൽ കോൺട്രിബ്യൂട്ടറി പെൻഷൻ മാറ്റും, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊണ്ടുവരുമെന്നാണ്. 8 കൊല്ലമായി കോൺട്രിബ്യൂട്ടറി പെൻഷൻ മാറിയോ? സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വന്നോ? ഇനി KSRTC-കാരുടെ സ്ഥിതിയാണെങ്കിലോ, അവർക്കാണെങ്കിൽ കോൺട്രിബ്യൂട്ടറിയും ഇല്ല, സ്റ്റാറ്റ്യൂട്ടറിയും ഇല്ല, അവർക്ക് പെൻഷനേ ഇല്ല, പെൻഷൻ കൊടുക്കുന്നില്ല. ഇനി ഇവിടെ തൊഴിലാളി സ്നേഹിതന്മാരുണ്ടല്ലോ, TU നേതാക്കന്മാർ ഇവിടെയുണ്ട്. നോക്കൂ, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ മാധ്യമ സ്നേഹിതന്മാരോട് കേൾക്കാൻ വേണ്ടി പറയുകയാണ്, 13 മാസമായി പെൻഷൻ കൊടുത്തിട്ട്. 13 മാസം, 1 കൊല്ലവും 1 മാസവുമായി കേരളത്തിലെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗമായ തൊഴിലാളികൾക്ക് അവരുടെ കൂടി അംശാദായം അടച്ച ക്ഷേമനിധി പെൻഷൻ കിട്ടാതായിട്ട് 13 മാസം കഴിഞ്ഞു, 1 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് പിണറായിജിയുടെ 2ാമത്തെ ഗ്യാരണ്ടി. ഞാൻ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഗ്യാരണ്ടി. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നെഗറ്റീവായ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മല്ലികാർജുൻ ഖാർഗെയൊക്കെ വരുന്ന
UDFന്റെ നേതാക്കന്മാര് സദസ്സിലും വേദിയിലുമുള്ള ഒരു സദസ്സില് പിണറായി വിജയനെ കുറിച്ചും മോദിയെ കുറിച്ചും പ്രസംഗിക്കുകയാണെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അപ്പൊ ഒരു യോഗത്തിന്റെ ഒരു ഐശ്വര്യം കൂടി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ഇനി കോൺഗ്രസിനെ കുറിച്ച് പറയാം. എന്നെങ്കിൽ മാത്രമേ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ. കോൺഗ്രസിന്റെ ഗ്യാരണ്ടി. ഞാന് കർണാടകത്തിന്റെ ചുമതലയുണ്ടായിരുന്ന AICCയുടെ സെക്രട്ടറി ആയിരുന്നു. 6 മാസം മുമ്പ് കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു. നമ്മൾ 5 ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. ഗ്യാരണ്ടി കാർഡുകളാക്കി. എല്ലാ വീട്ടിലും ഈ കാർഡുകൾ കൊണ്ടു കൊടുത്തു. ആ ഗ്യാരണ്ടി കാർഡിൽ 2 ഒപ്പുണ്ടായിരുന്നു. ഒന്ന് സിദ്ധരാമയ്യയുടെ, 2 അവിടുത്തെ PCC പ്രസിഡന്റ് DK ശിവകുമാറിന്റെ. ഒരു സൈഡിൽ പ്രതിപക്ഷ നേതാവിന്റെ ഒപ്പ്, മറുവശത്ത് PCC പ്രസിഡന്റിന്റെ ഒപ്പ്. 5 ഗ്യാരണ്ടി രേഖപ്പെടുത്തിയ കാർഡാണ്. 5 ഗ്യാരണ്ടി. 1 മഹാലക്ഷ്മി, 2 ഗൃഹജ്യോതി, 3 ശക്തി, 4 യുവനിധി, 5 അന്നഭാഗ്യ. ഞാൻ ചെറുതായി എക്സ്പ്ലെയിൻ ചെയ്യാം. മഹാലക്ഷ്മി പദ്ധതി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒരു കുടുംബത്തിലെ സ്ത്രീയുടെ അക്കൗണ്ടിൽ പ്രതിമാസം 2500 രൂപ നിക്ഷേപിക്കും. ഗൃഹജ്യോതി 200 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി കൊടുക്കും. ശക്തി കർണാടകത്തിൽ ബസ് യാത്ര സ്ത്രീകൾക്ക് സൗജന്യമാക്കും. 4 യുവനിധി ഡിഗ്രി പാസ്സായ കുട്ടികൾക്ക് ആൺ പെൺ വ്യത്യാസമില്ലാതെ ജോലി കിട്ടും വരെ 2000 രൂപ അക്കൗണ്ടിൽ നിക്ഷേപിക്കും. ഡിപ്ലോമ പാസ്സായവർക്ക് 1500 രൂപ അക്കൗണ്ടിൽ നിക്ഷേപിക്കും. അന്നഭാഗ്യ റേഷൻ കാർഡിൽ അംഗങ്ങളായ ഓരോരുത്തർക്കും 10 കിലോ അരി വെച്ച് സൗജന്യമായി സർക്കാർ കൊടുക്കും. ശ്രദ്ധിച്ചു കേൾക്കണം, ഓരോ അംഗത്തിനുമാണ്. റേഷൻ കാർഡിൽ 5 ആളുണ്ടെങ്കിൽ 50 കിലോ അരി കിട്ടും സൗജന്യമായിട്ട്. ഞാൻ അഭിമാനത്തോടുകൂടി നിങ്ങളോട് പറയട്ടെ, കർണാടകത്തിലെ ജനങ്ങൾ കോൺഗ്രസിന്റെ ഗ്യാരണ്ടി വിശ്വസിച്ചു, കോൺഗ്രസിന് വോട്ട് ചെയ്തു. ആ ഗ്യാരണ്ടി കാർഡിൽ ഒപ്പുവെച്ച സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി, ആ ഗ്യാരണ്ടി കാർഡിൽ ഒപ്പുവെച്ച DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായി. ഗവൺമെന്റ് വന്ന 6 മാസത്തിനുള്ളിൽ 5ൽ 4 ഗ്യാരണ്ടിയും കർണാടകത്തിൽ യാഥാർത്ഥ്യമായി. സ്ത്രീകൾക്ക് അക്കൗണ്ടിൽ 2500 രൂപ വെച്ച് കിട്ടിത്തുടങ്ങി. ഭാര്യയും ഭർത്താവും ബസ്സിൽ കയറിയാൽ ഭർത്താവിന്റെ അടുത്തേക്ക് കണ്ടക്ടർ ചെല്ലും, ഭാര്യ അടുത്തേക്ക് ചെല്ലൂല. എന്താ കാര്യം? സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാണ്. അത് ശക്തി. 200 യൂണിറ്റ് വരെ കർണാടകത്തിൽ വൈദ്യുതി സൗജന്യമാണ്. അന്നഭാഗ്യ 10 കിലോ അരി വെച്ച് ഓരോരുത്തർക്കും കൊടുക്കുന്ന പദ്ധതി നടപ്പിലായി. യുവനിധി മാത്രമാണ് അതിന്റെ ഡേറ്റ എൻട്രി പൂർത്തിയാകുമ്പോൾ അതും യാഥാർത്ഥ്യമാകും. 5ൽ 4 ഗ്യാരണ്ടി നമ്മൾ നടപ്പിലാക്കി. അതിനുശേഷം തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. എനിക്ക് അവിടെയും ആ പ്രവർത്തനത്തിൽ പങ്കാളിയാകാനുള്ള അവസരം ഉണ്ടായി. ഞാൻ പിന്നീട് തെലങ്കാനയുടെ ചുമതലയുള്ള AICCയുടെ സെക്രട്ടറിയായി പാർട്ടി ആവശ്യപ്പെട്ട പ്രകാരം, നിർദ്ദേശപ്രകാരം അവിടേക്ക് പോയി. അവിടെ നമ്മൾ 6 ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. ഇവിടെ ഇല്ലാത്ത ഒന്നുകൂടെ ചേർത്തു. 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ കൊടുക്കും നിങ്ങൾ കോൺഗ്രസിനെ വിജയിപ്പിച്ച് അധികാരത്തിലേറ്റിയാൽ. ആ ഗ്യാരണ്ടി കാർഡ് 2 പേർ ഒപ്പിട്ടു. ഒന്ന് അവിടുത്തെ PCC പ്രസിഡന്റായിരുന്ന രേവന്ത് റെഡ്ഡി, 2 അവിടുത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ബട്ടി വിക്രമാർക്ക മല്ലു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നമ്മൾ അധികാരത്തിൽ വന്നു. ആ ഗ്യാരണ്ടി കാർഡിന്റെ ഒരു വശത്തൊപ്പിട്ട രേവന്ത് റെഡ്ഡി തെലങ്കാനയിലെ മുഖ്യമന്ത്രിയായി, മറുവശത്തൊപ്പിട്ട ബട്ടി വിക്രമാർക്ക മല്ലു ദളിത് സമുദായത്തിൽപ്പെട്ടയാളാണ്, ഉപമുഖ്യമന്ത്രിയായി അവിടെ. ആ ഗവൺമെന്റ് 1.5 മാസം കൊണ്ട് 6ൽ 3 ഗ്യാരണ്ടി യാഥാർത്ഥ്യമാക്കി. 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമാക്കി. സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കി. 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ കൊടുത്തു. ഞാൻ എന്തിനാണ് പറഞ്ഞത് ഇത്? ഇവിടെ എല്ലാം UDFന്റെ ബൂത്തിൽ പ്രവർത്തിക്കുന്ന, ബൂത്ത് തലത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരും പ്രവർത്തകരും പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണ്. ഇന്ന് 23-ആണ്. 24-ഉം 25-ഉം നമ്മൾ എല്ലാവരും ഭവന സന്ദർശനം നടത്തുന്ന ദിവസമാണ്.
വീടുകളിൽ കയറി ചുമ്മാ കൊടുക്കുന്നൂർ സുരേഷിന്റെ അവസാനത്തെ മെറ്റീരിയലും സ്ലിപ്പും കൊടുത്തിട്ട് ടാറ്റ പറഞ്ഞു പോവരുത്. 10 മിനിറ്റ് ഇരുന്നിട്ട് അവരോട് പറയണം, പിണറായി വിജയന്റെ ഗ്യാരണ്ടി ഇതായിരുന്നു, എന്തായി? മോദിജിയുടെ ഗ്യാരണ്ടി ഇതായിരുന്നു, എന്തായി? ഇതേ നോക്കൂ കർണാടകത്തിൽ ഞങ്ങളുടെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, തെലങ്കാനയിലെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ കേന്ദ്ര സർക്കാരിനെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ രാഹുൽ ഗാന്ധി 2 യാത്രകൾ നടത്തി. രാഹുൽ ഗാന്ധി ഇപ്പോ തെറിവിളിച്ച് നടക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇവിടെ കേരളത്തില് BJPയും CPMും തമ്മിൽ കടുത്ത മത്സരം നടക്കുകയാണ്. എന്ത് കാര്യത്തിലാ? രാഹുൽ ഗാന്ധിയെ ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നത് ആരാണ് എന്ന കാര്യത്തിലാണ് CPMും BJPയും തമ്മിൽ മത്സരം. നമ്മുടെ പാവം സുരേന്ദ്രന് ആ മത്സരത്തിൽ പോലും ജയിക്കാൻ പറ്റില്ല. അതിൽ പോലും പിണറായി വിജയൻ സുരേന്ദ്രനെ പരാജയപ്പെടുത്തി. സുരേന്ദ്രനും സുരേന്ദ്രന്റെ പാർട്ടിക്കാർ പോലും വിളിക്കാത്ത തെറിയാണ് കേരളത്തിൽ ഗോവിന്ദനും പിണറായിയും ജയരാജനുമെല്ലാം രാഹുൽ ഗാന്ധിയെ വിളിക്കുന്നത്. ഈ കേരള മുഖ്യമന്ത്രി, ഇയാൾ മുഖ്യമന്ത്രിയല്ല, മുഖ്യ നുണയനാണ്. മുഖ്യ നുണയനാന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പറഞ്ഞല്ല. ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം പത്രസമ്മേളനമാണ്. എന്താ, ഇവിടെ മാധ്യമക്കാരൊക്കെ ഉണ്ടല്ലോ. അദ്ദേഹം പറയാണ്, CAയുടെ വോട്ടെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന്റെ MPമാരെല്ലാം എവിടെ പോയി? സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ഒരാൾ പോലും പാർലമെന്റിൽ ഉണ്ടായിരുന്നില്ല. പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ മുഴുവൻ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ വെബ്സൈറ്റിൽ പോയാൽ ആ പാർലമെന്റ് നടപടിക്രമങ്ങൾ മുഴുവൻ എല്ലാവർക്കും പ്രിന്റ് ഔട്ട് എടുക്കാം, അല്ലെ നേരെ കാണാം. 80 ആളുകൾ ആ CAA ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്തു. ആ 80 പ്രതിപക്ഷ MPമാരിൽ കേരളത്തിൽ നിന്നുള്ള 18 UDF MPമാരും ഉണ്ടായിരുന്നു. ആലപ്പുഴയിലെ MP മാത്രമേ സംസാരിച്ചുള്ളൂ. CAA ബില്ലിൽ ആലപ്പുഴ MP സംസാരിച്ചിട്ടേ ഇല്ല. കേരളത്തിൽ നിന്ന് 3 പേര് സംസാരിച്ചു. 1 ശശി തരൂർ, 2 പ്രേമചന്ദ്രൻ, 3 E.T. മുഹമ്മദ് ബഷീർ. അവർ 3 പേരാ സംസാരിച്ചേ. കാരണം ഓരോ ബില്ലിലും ഞങ്ങളിപ്പോ നിയമസഭയിലുണ്ടല്ലോ, പാർട്ടി ചുമതലപ്പെടുത്തുന്ന ആളുകൾക്ക് മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ. ഒരു പാർട്ടിയിൽ നിന്ന് 1-2 ആളുകളാണ്. കോൺഗ്രസിൽ നിന്ന് 2 ആൾ സംസാരിച്ചത്. ഒന്ന് അധീർ രഞ്ജൻ ചൗധരിയാണ്, കോൺഗ്രസിന്റെ CLP ലീഡർ. 2 പ്രേമചന്ദ്രൻ, UDFന്റെ മുഹമ്മദ് ബഷീർ, ശശി തരൂര്. വീഡിയോ എല്ലാവരുടെയും കയ്യിലുള്ളതല്ലേ, നമ്മൾ മുഴുവൻ കേട്ടതല്ലേ, നമ്മൾ മുഴുവൻ കണ്ടതല്ലേ. എന്നിട്ട് ഒരു മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് ഇദ്ദേഹം പറയുകയാണ്, ഇവർ ഈ വോട്ടെടുപ്പ് നടക്കുമ്പോൾ എല്ലാവരും എവിടെ പോയി? സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ പോയി. അപ്പൊ ഇത് ഗീബൽസിന്റെ പഴയ തന്ത്രമാണ്. ഒരു നുണയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആവർത്തിച്ചു പറഞ്ഞാൽ, ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ഇത് ശരിയാണല്ലോ എന്ന് തോന്നിയേക്കാം. എന്നാ ഗീബൽസിന്റെ സിദ്ധാന്തമാണ്. ഗീബൽസ് ഇക്കാലത്താണ് ജീവിച്ചിരുന്നതെങ്കിൽ പിണറായി വിജയന്റെ അടുത്ത് വന്നിട്ട് ഒരു വെറ്റിലക്കകത്ത് ഒരു പാക്കും 1 രൂപ നാണയം കൂടെ വെച്ച് ഇയാൾക്ക് കൊടുത്തിട്ട് കാലെ തൊട്ട് നമസ്കരിച്ചേനെ, എന്നെ ശിഷ്യനാക്കണമെന്ന് പറഞ്ഞേനെ. ഗീബൽസ് വന്ന് ശിക്ഷപ്പെടുന്ന തരത്തിലുള്ള നുണ പറയുന്ന ഒരു പെരും നുണയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനേക്കാളി കഷ്ടമാണ്, വയനാട്ടിൽ പോയി പിണറായി വിജയൻ പ്രസംഗിക്കുകയാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മണിപ്പൂർ വിഷയത്തിൽ ഇടപെടാതിരുന്നത്? അതിൽ ഇടപെട്ടത് ആനി രാജയാണ്. രാഹുൽ ഗാന്ധി അല്ലാതെ മണിപ്പൂരിൽ കലാപം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മണിപ്പൂർ സന്ദർശിച്ച ഇന്ത്യൻ രാഷ്ട്രീയ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ ഗവൺമെന്റ് അവിടെ സന്ദർശന അനുമതി നിഷേധിച്ചു. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ അനുവാദം കൊടുക്കില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം നിർബന്ധം പിടിച്ചു. അവിടെ എത്തി കലാപബാധിതമായ പ്രദേശങ്ങളിൽ മുഴുവൻ പോയി. സുരക്ഷാ ഭീഷണിയുണ്ട്. ഈ പിണറായി വിജയനെ പോലെയല്ല, ഇവർക്ക് ആരെയും വെല്ലുവിളിക്കാമല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം കുണ്ട്രയിലോട്ട് പോകുമ്പോൾ മാങ്ങാങ്കുഴിയിൽ ഒരു യോഗം നടക്കാണ് CPMന്റെ. കഴിഞ്ഞ ദിവസം അല്ല, ഒരു 5-6 വർഷം മുമ്പ് മാങ്ങാങ്കുഴിയിൽ ലോക്കൽ സെക്രട്ടറി നിന്ന് വെല്ലുവിളിക്കാണ്, മിസ്റ്റർ ട്രംപ് ഇതെന്റെ ലാസ്റ്റ് വാർണിംഗ് ആണ്, ഇതോടുകൂടി നിർത്തിക്കോണമെന്ന്. ഏതാ അമേരിക്കൻ പ്രസിഡന്റിനെ മാങ്ങാങ്കുഴിയിൽ നിന്ന് ലോക്കൽ സെക്രട്ടറി വെല്ലുവിളിക്കാണ്, ഇതെന്റെ ലാസ്റ്റ് വാർണിംഗ് ആണ്, ഇതോടുകൂടി നിർത്തിക്കോണം എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് വെല്ലുവിളിക്കുന്ന പോലെ അല്ല. ആണോ? അല്ല. ഇത് ഈ കലാപം നടക്കുന്ന അവിടേക്ക് രാഹുൽ ഗാന്ധി പോയി. ആരും പോകാൻ മടിക്കും. കലാപം അമർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരപരാധികൾ കൊല്ലപ്പെടുകയാണ്.
ലക്ഷക്കണക്കിന് ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ഇപ്പോ കേരളത്തിൽ പോലും ക്രിസ്ത്യൻ ചർച്ചുകൾ ഒരുപാട് മണിപ്പൂർ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിച്ചു കഴിഞ്ഞു. വിവിധ സഭകൾ സഭാ വ്യത്യാസമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ദേവാലയങ്ങളിൽ, കത്തിയരിഞ്ഞ ദേവാലയങ്ങളിൽ പോയി അവർക്ക് ധൈര്യം കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. അല്ലാതെ പിണറായി വിജയൻ പോയോ മണിപ്പൂര്? പോയോ? സീതാറാം യെച്ചൂരി പോയോ മണിപ്പൂര്? എന്നിട്ട് ഇയാൾ നിന്ന് നുണ പറയാണ്. ഇതുപോലെ നുണ പറയുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് മണിപ്പൂർ വിഷയത്തിൽ ഇടപെടാതെ? ഇനി അതും പോട്ടെ, 4000 കിലോമീറ്റർ കന്യാകുമാരി മുതൽ കശ്മീർ വരെ പൂർത്തിയാക്കിയ 1ാം ഘട്ട ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം 2ാം ഘട്ട ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിച്ചത് എവിടുന്ന? മണിപ്പൂരിൽ നിന്നല്ലേ? മണിപ്പൂരിൽ നിന്നല്ലേ ആരംഭിച്ചത്? മണിപ്പൂർ ആരംഭിച്ച് മുംബൈയിൽ അവസാനിച്ചു. ഇയാൾ പറയുകയാണ് മണിപ്പൂർ വിഷയത്തിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇടപെട്ടിട്ടില്ല. ചങ്ങനാശ്ശേരിയിൽ കൊടിക്കുന്നിൽ സുരേഷ് മണിപ്പൂർ വിഷയത്തിൽ ഒരു ഉപവാസം അനുഷ്ഠിച്ചിരുന്നു, ശരിയല്ലേ? അവിടെ വന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പുരോഹിതൻ പ്രസംഗിച്ചു. ഞങ്ങൾ ടിവിയിൽ കണ്ട് ആ സമയത്ത് മുഴുവൻ ഉള്ളു തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു, ഈ മനുഷ്യൻ ഒരു അപകടവും കൂടാതെ അദ്ദേഹത്തെ തിരിച്ച് ഡൽഹിയിൽ എത്തിക്കണമെന്ന് ആളുകൾ ദേവാലയങ്ങളിൽ പ്രാർത്ഥിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ജീവന് വേണ്ടിയിട്ട്. കാരണം ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാനുള്ള അവസാനത്തെ പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധി എന്ന് തിരിച്ചറിയുന്ന മനുഷ്യരുടെ പ്രാർത്ഥന എപ്പോഴുമുള്ള മനുഷ്യനാണ് രാഹുൽ ഗാന്ധി. പിണറായി വിജയന് വേണ്ടിയിട്ട് 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ജാതിയും മതവും പറഞ്ഞ ആളുകളെ തമ്മിലടുപ്പിക്കുന്ന നേതാവല്ല. ഭയക്കണമെങ്കിൽ ഭയക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം കശ്മീരിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപനം നടക്കുന്ന സമയത്ത് നടത്തിയ ഒരു പ്രസംഗം, ആ വേദിയുടെ തൊട്ട് താഴെ, മഞ്ഞ് വീണുകൊണ്ടിരുന്ന ആ വേദിയുടെ തൊട്ട് താഴെ നിന്ന് ഞാൻ നേരിട്ട് കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം സ്കൂളിൽ ഇരിക്കുകയാണ്, ക്ലാസ് മുറിയിൽ ഒരു അറ്റൻഡന്റ് വന്നു പറഞ്ഞു ഹെഡ് മാസ്റ്ററുടെ മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഹെഡ് മാസ്റ്ററുടെ മുറിയിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ ഒന്നും പറയാതെ ഒരു കാറിൽ കയറ്റി അദ്ദേഹത്തെ കൊണ്ടുപോയി. നേരെ കൊണ്ടുപോയത് ഡൽഹിയിലെ സുപ്രധാനമായ ഒരു ആശുപത്രിയിലേക്കാണ്. അവിടെ ചെന്നപ്പോ ആ സ്കൂളിൽ നിന്ന് പോയ കുട്ടി കണ്ടത് താൻ ഏറ്റവും സ്നേഹിക്കുന്ന തന്റെ മുത്തശ്ശിയുടെ ചേതനേറ്റ ശരീരമാണ്. പിന്നീട് അറിഞ്ഞത് തന്റെ പേരമകനോട് എല്ലാ ദിവസവും വൈകുന്നേരം സ്കൂൾ വിട്ടു വരുമ്പോൾ കളിക്കാൻ മുത്തശ്ശി ചുമതലപ്പെടുത്തിയിരിക്കുന്ന 2 ബോഡി ഗാർഡുമാർ അദ്ദേഹത്തോടൊപ്പം എല്ലാ ദിവസവും ഷട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന ആ 2 പേരാണ് തന്റെ മുത്തശ്ശിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട പായിച്ചത് എന്ന് ആ കുട്ടി തിരിച്ചറിയുകയാണ്. ഒരു സ്കൂൾ വിദ്യാർത്ഥി തിരിച്ചറിയുകയാണ്, ആ മനുഷ്യനെയാണ് നിങ്ങൾ അപമാനിക്കുന്നത്. പിന്നീട് അദ്ദേഹം വിദേശത്ത് പഠിക്കാൻ പോയി. അദ്ദേഹം കശ്മീരിൽ പ്രസംഗിച്ചതാണ്. അവിടെ ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോൾ ഇതുപോലൊരു ഫോൺ കോൾ വന്നു. അദ്ദേഹം പറഞ്ഞു, എന്തോ അപകടം നടന്നതായി എന്റെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ക്ലാസ് മുറിയിൽ നിന്നും പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് എത്തിയപ്പോ കിട്ടിയ വാർത്ത അച്ഛന്റെ വിയോഗത്തെ കുറിച്ചുള്ള വാർത്തയാണ്. നോക്കൂ, സ്വന്തം പിതാവിന്റെ മുഖത്ത് ഒരു ചുംബനം കൊടുക്കാൻ അവശേഷിച്ചിട്ടില്ലാതെ ചിന്നിച്ചെതിരിപ്പോയ അച്ഛന്റെ മൃതശരീരം കണ്ട ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയെയാണ് നിങ്ങൾ അപമാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരിയാണ് കോയമ്പത്തൂരിൽ ജയിലിൽ പോയി പിതാവിനെ കൊന്ന കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ കിടക്കുന്ന ഒരു സ്ത്രീയുടെ മുമ്പിൽ പോയിട്ട് ഞാനും എന്റെ സഹോദരനും എന്റെ അമ്മയും നിങ്ങളോട് പുറത്തു എന്ന് പറയാനാണ് ഞാൻ വന്നത്. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തിനാണ് എന്റെ അച്ഛനെ നിങ്ങൾ കൊന്നത്? സംസാരിച്ചാൽ തീർക്കാമായിരുന്ന പ്രശ്നങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനാണ് എന്റെ അച്ഛനെ നിങ്ങൾ കൊന്നത് എന്ന് അദ്ദേഹത്തിന്റെ സഹോദരി സ്വന്തം പിതാവിനെ കൊന്ന ആ കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു പ്രതിയോട് കണ്ണു നിറഞ്ഞു ചോദിച്ചു. ആ സഹോദരിയുടെ സഹോദരനെയാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ അപമാനിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അപമാനിക്കുന്നത്? ഈ രാജ്യത്തെ ജാതിക്കും മതത്തിനും പേരിൽ തമ്മിലടുപ്പിച്ച് അധികാരം കൈയാളാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ ഏജന്റുമാരായിക്കൊണ്ടാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ രാഹുൽ ഗാന്ധി അപമാനിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി അദ്ദേഹം കോഴിക്കോട് പറഞ്ഞത് വളരെ സിമ്പിൾ ആയ ഒരു കാര്യമാണ്. ആ വേദിയിൽ ഞാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ 24 മണിക്കൂർ മോദിയെ വിമർശിക്കുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രി 24 മണിക്കൂർ എന്നെ വിമർശിക്കുന്നു. മോദിയെ വിമർശിക്കുന്ന എന്നെ എന്തിനാണ്
കേരളത്തിന്റെ മുഖ്യമന്ത്രി വിമർശിക്കുന്നത് എന്ന് ചോദിച്ചതിനാണ് പിണറായി വിജയൻ പറഞ്ഞത് അങ്ങയുടെ പഴയ പേര് എന്നെ ഓർമ്മപ്പെടുത്തരുത്. BJPയുടെ IT സെല്ല് രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത പേര് ഓർമ്മിപ്പിക്കരുത് എന്നാണ് പറഞ്ഞത്. ജയരാജൻ പറഞ്ഞു രാഹുൽ ഗാന്ധി കിങ്ങിന് കുട്ടനാണെന്ന്. CPM-ന്റെ നേതാവ് സാക്ഷിയായ രാജീവ് ഗാന്ധിയുടേതാണ്. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയത്തെ ഒന്നും നിങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയത്തെ ഒന്നും നിങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പകരം എന്തുകൊണ്ടാണ് ഇവിടെ വടകരയിലെ സ്ഥാനാർത്ഥിക്കെതിരെ വ്യാജ ആരോപണം കൊണ്ടുവന്നത്? എന്തിനു വേണ്ടിയിട്ടാ? അവിടെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ അവിടെ ചർച്ച ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന് വയനാട്ടിലെ ഒരു വിദ്യാർത്ഥിയുടെ കൊലപാതകം. പൂക്കോട്ടൂരിലെ വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ, ആ കുട്ടീനെ 8 മാസമാണ് ക്രൂരമായി പീഡിപ്പിച്ച് SFI-ക്കാർ കൊല ചെയ്തത്. 3 ദിവസം കൊല്ലാകൊല ചെയ്തു. ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു, നെടുമങ്ങാട്. അതിന്റെ അമ്മ എന്നോട് നേരിട്ട് ചോദിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ മനസ്സിലാക്കിയത് ഈ 3 ദിവസവും ഒരു തുള്ളി വെള്ളം ഈ കുട്ടിക്ക് കൊടുത്തിട്ടില്ല. നഗ്നനാക്കി കോളേജിന്റെ ഓരോ ക്ലാസ് മുറിയിലും കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. ബെൽറ്റ് കൊണ്ട് പുറത്തടിച്ചു. ആ ബെൽറ്റ് നശിച്ചു പോകുന്നത് വരെ ആ കുട്ടിയെ മർദ്ദിച്ചു. അടിവസ്ത്രം മാറ്റി മാത്രം ഇട്ടുകൊണ്ട് സാങ്കല്പിക കസേരയിൽ മണിക്കൂറുകളോളം ഇരുത്തി കൊല്ലാക്കൊല ചെയ്താണ് സിദ്ധാർത്ഥനെ പൂക്കോട്ടൂരിലെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ SFI-ക്കാർ കൊന്നത്. അമ്മ എന്നോട് ചോദിച്ചു, എന്റെ മകനെ കൊല്ലുന്നതിന് മുമ്പ് ഒരു തുള്ളി വെള്ളം അവന്റെ വായിൽ ഇറ്റിച്ചു കൊടുത്തിരുന്നെങ്കിൽ ദാഹമൊടുങ്ങി എന്റെ കുഞ്ഞ് മരിക്കില്ലായിരുന്നോ എന്നാ അമ്മ ചോദിച്ചു. ആ കൊലപാതകം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ സാധാരണക്കാരുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ക്രൂരതയ്ക്കെതിരായിട്ടുള്ള ചർച്ച രാഷ്ട്രീയ മണ്ഡലങ്ങളിലല്ല, എല്ലാ കുടുംബങ്ങളിലും അത് ചർച്ചയാവുകയായിരുന്നു. ആ ചർച്ച മാറണം. ഇവിടെ പാനൂരിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ്, ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു CPM-കാരൻ ബോംബ് പൊട്ടിത്തെറിച്ച് കൊലപ്പെട്ടു. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ബോംബ് ഉണ്ടാക്കുന്നത്? തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കേണ്ട ഒരു സാധന സാമഗ്രിയുടെ പേരാണോ ബോംബ്? അല്ലെങ്കിൽ വീട്ടാവശ്യത്തിനുള്ളതാണോ ബോംബ്? ഉണ്ടാക്കി അങ്ങാടി കൊണ്ട് വിൽക്കാൻ കഴിയുന്നതാണോ ബോംബ്? എന്തിനാണ് ബോംബ്? ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഉപയോഗിക്കാനുള്ളതാണ്. ഒരുപക്ഷെ ചന്ദ്രശേഖരനെ കൊന്നതുപോലെ UDF-ന്റെ സ്ഥാനാർത്ഥിയെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുണ്ടാക്കിയതായിരിക്കാം. പാനൂർ എന്ന് പറഞ്ഞാൽ വടകര പാർലമെന്റ് മണ്ഡലം ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്. ആ പ്രദേശത്ത് ബോംബ് ഉണ്ടാക്കുകയാണ്. CPM-കാരൻ കൊല്ലപ്പെടുകയാണ്. ഉടനെ തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞു, ഈ ബോംബ് നിർമ്മാണവുമായിട്ടോ ബോംബ് പൊട്ടിത്തെറിച്ച് ആള് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടോ CPM പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല. പിറ്റേ ദിവസം നോക്കുമ്പോ എന്താ കാണുന്നത്? പിറ്റേ ദിവസം DYFI-യുടെ അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ഈ കേസിൽ 1-ാം പ്രതിയാവുക, പോലീസ് അറസ്റ്റ് ചെയ്യുക. നമ്മളാണ് അറസ്റ്റ് ചെയ്യുന്നത്. ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെ പോലീസ് DYFI-യുടെ യൂണിറ്റ് സെക്രട്ടറിയെ പാനൂരിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നു. വീണ്ടും മാധ്യമങ്ങളെ കാണുന്നു ഗോവിന്ദനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നു, ഇന്നലെ താങ്കൾ പറഞ്ഞു പാർട്ടിക്ക് ബന്ധമില്ല എന്ന്, ഇന്നിപ്പോ DYFI-യുടെ യൂണിറ്റ് സെക്രട്ടറി അറസ്റ്റിലായിരിക്കുകയാണ്. അപ്പൊ ഗോവിന്ദൻ പറഞ്ഞു DYFI-ക്ക് പാർട്ടിയായിട്ട് ബന്ധമില്ല. അപ്പൊ ശരിയായല്ലോ. ആദ്യം പറഞ്ഞത് എന്താണ്? പാർട്ടിക്ക് ബോംബ് നിർമ്മാണത്തിലോ സ്ഫോടനത്തിലോ ബന്ധമില്ല. DYFI-കാരൻ അറസ്റ്റിലായപ്പോ പറഞ്ഞു DYFI-ക്ക് പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോ ഇത് BJP-യുടെ പോഷക സംഘടനയാണോ ഈ DYFI? അപ്പോ അത് ചർച്ച ചെയ്യാൻ പാടില്ല. ഈ TP ചന്ദ്രശേഖരന്റെ കൊലപാതകം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ ജഡ്ജി വിധി പ്രഖ്യാപിക്കുന്നു. നമ്മളാരും കരുതിയതല്ല, ജഡ്ജിയുടെ വിധിയാണ്.
എന്തിനാ ആ സാഹചര്യം ഉണ്ടായത്? ജീവപര്യന്തം തടവിന് ശിക്ഷ കിട്ടിയ കൊടിസുനിയും കിർമാണി മനോജും എല്ലാം കൂടി ശിക്ഷ ഇളവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. അവരാ പോയത്. ശിക്ഷ ഇളവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കോടതി എന്ത് ചെയ്തു? അത് ഇരട്ട ജീവപര്യന്തം ആക്കി കൊടുത്തു. അല്ലെങ്കിൽ ജീവപര്യന്തം ഉണ്ടായിരുന്നുള്ളൂ, അത് ഇളവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയത്. അത് കോടതി ഇരട്ട ജീവപര്യന്തമാക്കി. വീണ്ടും ഉത്തര മലബാറിന്റെ കേരളത്തിന്റെ രാഷ്ട്രീയ ചർച്ചയിലേക്ക് TP ചന്ദ്രശേഖരന്റെ കൊലപാതകവും കടന്നു വന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്ന, ദേശീയ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്ന, ഈ സംസ്ഥാനത്ത് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഒന്നും തന്നെ ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയാണ് മനഃപൂർവ്വമായി പച്ച നുണ പറയുക, രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുക. പിന്നെ രാഹുൽ ഗാന്ധിയെ മോദി അധിക്ഷേപിക്കുന്നത് ഒരു കേന്ദ്ര പദ്ധതിയുടെ പേരിന്റെ ഭാഗമായിട്ടാണ്. നരേന്ദ്രമോദിയുടെ ഒരു കേന്ദ്ര പദ്ധതി ഉണ്ടായിരുന്നു, ആ പദ്ധതിയുടെ പേര് ബേട്ടി ബച്ചാവോ എന്നാണ്. രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ബേട്ടി ബച്ചാവോ. ബേട്ടി SFIO അന്വേഷണം, കേന്ദ്ര ഏജൻസി അന്വേഷണത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പൊ ഈ അന്വേഷണത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ബേട്ടിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കുക. എന്നിട്ട് മോദിജിയോട് പറയാം, മോദിജി അങ്ങ് പോലും വിളിക്കാത്ത തെറി ഞാൻ രാഹുൽ ഗാന്ധിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എന്റെ മകളെ ഉപദ്രവിക്കരുത്, കേസിൽ രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറയുകയാണ്. പോലീസിന്റെ ഒരു അറിയിപ്പുണ്ട്. KL 30H1252 വാഗണാർ കാറ് അവിടുന്ന് മാറ്റണം. സുരക്ഷാപരമായ കാരണങ്ങൾ കൊണ്ട് ആ ഏരിയ പോലീസിന് ക്ലിയർ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ആ വാഗണാറിന്റെ ഉടമസ്ഥൻ KL 30H1252 അദ്ദേഹം എഴുന്നേറ്റ് പോയി കാറ് മാറ്റിയിട്ട് തിരിച്ചു വരുമ്പോൾ ആ കസേര അദ്ദേഹത്തിന് തന്നെ കൊടുക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. കസേര എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രത്യേകിച്ച് ഈ സീസൺ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഗവൺമെന്റിന് അവരുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ജനങ്ങളെ സമീപിക്കാൻ എന്തെങ്കിലും അർഹതയുണ്ടോ? എന്തെങ്കിലും അർഹത? നോക്കൂ, നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കറണ്ട് ചാർജാണോ ഇപ്പൊ കൊടുക്കുന്നത്? എത്ര തവണയാ കൂട്ടിയത്? നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ബസ് ചാർജാണോ കൊടുക്കുന്നത്? എത്ര തവണയാ കൂട്ടിയത്? വെള്ളം വരുന്നില്ല ടാപ്പിൽ, എന്നാലും കൂടിയ വെള്ളക്കരം എല്ലാരും കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ? കെട്ടിട നികുതി കൂട്ടിയില്ലേ? ഭൂനികുതി കൂട്ടിയില്ലേ? രജിസ്ട്രേഷൻ ഫീസ് കൂട്ടിയില്ലേ? പഞ്ചായത്തിലെ വീട് വെക്കാനുള്ള പെർമിറ്റ് 1500 രൂപ ആയിരുന്നത് 13500 രൂപയാക്കി മാറ്റിയില്ലേ? ഇത്ര മടങ്ങ വർദ്ധിപ്പിച്ചേ ഇല്ലേ? ശരിയല്ലേ ഞാൻ പറയണത്? അപ്പോ ഭൂനികുതി, കെട്ടിട നികുതി. വേറൊരു വക്കീലന്മാർ ഇന്നലെ പറയുകയുണ്ടായിരുന്നു, ഈ വിവാഹമോചനത്തിന് പോകുന്ന സ്ത്രീകളുണ്ട് അല്ലേ, ഫാമിലി കോർട്ടിൽ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ അറിയാം. വിവാഹം തന്നെ സഹതാപകമായ ഒരു അവസ്ഥയിലെത്തി. ആ ജീവിതത്തിൽ നിന്ന് എങ്ങനെയും രക്ഷ നേടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സ്വർണ്ണമൊക്കെ കൊടുത്ത് അയച്ചിട്ടുണ്ടാകും, വസ്തുക്കളൊക്കെ ഉണ്ടാവും. അത് ക്ലെയിം ചെയ്ത് ഫാമിലി കോർട്ടിൽ പോകുമ്പോൾ നേരത്തെ 50 രൂപ ഉണ്ടായിരുന്നു, 50 രൂപ. ഇപ്പോഴോ ഇവരാവശ്യപ്പെടുന്ന ക്ലെയിം എത്രയാണോ അതിന്റെ പെർസെന്റേജ് കൊടുക്കണം. ഈ പാവപ്പെട്ട സ്ത്രീകളോട്, ഈ സാഹചര്യത്തിലുള്ള ജീവിത സാഹചര്യത്തിലുള്ള സ്ത്രീകളോട് പോലും ഒരു കരുണ കാണിക്കാതെ അവരെയും പിഴിയുകയാണ് ഈ ഗവൺമെന്റ്. എന്ത് ഗുണമാണ് ഈ സർക്കാരിൽ നിന്ന് ജനങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്? ഇതെല്ലാം ഞാൻ നേരത്തെ തെലങ്കാനയിലെയും കർണാടകത്തിലെയും സർക്കാരിനെ കുറിച്ച് അങ്ങോട്ട് കൊടുക്കുക സർക്കാർ, ഇവിടുന്നോ ഇതെല്ലാം ഇങ്ങോട്ട് പിഴിഞ്ഞെടുക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ സർക്കാരിൽ നിന്നും ഒരു ഗുണം കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്ക്. ആരെങ്കിലും, നമുക്ക് വേണ്ട, മാർക്സിസ്റ്റുകാർക്ക് ഗുണം കിട്ടിയിട്ടുണ്ടോ? ഒരു ഗുണം ഉണ്ടായിട്ടില്ല. അഴിമതികൾ ഇപ്പോ AI ക്യാമറയുടെ അഴിമതി, K-ഫോണിന്റെ അഴിമതി, കോവിഡ് കാലത്ത് അഴിമതി ഞാനാണ് നിയമസഭയിൽ ഉന്നയിച്ചത്. നമ്മുടെ ഈ ടീച്ചർ അമ്മ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോ 550 രൂപയുടെ PPE കിറ്റ് 1500 രൂപയ്ക്ക് വാങ്ങി. 6 രൂപയ്ക്ക് കിട്ടുമായിരുന്ന ഗ്ലൗസ് 12 രൂപയ്ക്ക് വാങ്ങി. N95 മാസ്ക് വാങ്ങി, അതിൽ അഴിമതി ഉണ്ടായി. ഈ അഴിമതിയെല്ലാം നടത്തി ഇവര് പണം സമ്പാദിക്കുകയാണ്. മാസപ്പടി വഴി, സ്വർണ്ണക്കള്ളക്കടത്ത് വഴി, ലൈഫ് മിഷൻ തട്ടിപ്പ് വഴി ഇവർ പണം സമ്പാദിക്കുകയാണ്. അല്ലാണ്ട് ഈ നാട്ടിലെ
വോട്ട് ചെയ്യണമെന്ന് അവർ സമീപിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ സർക്കാരിനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാണ് ഇവർക്ക് ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത്? ജനങ്ങൾ വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യവുമില്ല. അതുകൊണ്ട് ഇവരെ ഈ ജനകീയ ജീവൽ പ്രശ്നങ്ങളൊക്കെ തന്നെ ഭവനങ്ങളിൽ പോയി ജനങ്ങളോട് പറഞ്ഞ്, ജനങ്ങളിപ്പോ ആളുകളുടെ ഓർമ്മശക്തി വളരെ കുറവാണ്. വന്ന് പുതിയത് വരുമ്പോഴേക്കും പഴയ ദ്രോഹം എല്ലാവരും മറക്കും. കാരണം എന്നും പുതിയ ദ്രോഹമായതുകൊണ്ട് പഴയ ദ്രോഹം ഓർക്കാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും ഓരോ ദ്രോഹം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ ദ്രോഹവും കഴിഞ്ഞ മാസത്തെ ദ്രോഹവും എല്ലാം മറന്നുപോകും. അതുകൊണ്ട് ഇവരെ വിജയിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ബാധ്യതയും ആർക്കുമില്ല. ഞാൻ വീണ്ടും ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ സ്ഥാനാർത്ഥിയിലേക്ക് വരികയാണ്. കൊടിക്കുന്നിൽ സുരേഷ് എന്തു ചെയ്തു എന്ന് ചോദിക്കുന്നവരോട് കൊടിക്കുന്നിൽ സുരേഷ് ഇന്നതെല്ലാം ചെയ്തു എന്ന് പറയാൻ നമുക്ക് കഴിയും. അഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് ചെങ്ങന്നൂരിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ ഓഫീസ്, ഞാൻ അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്താണ്. കുര്യൻ സാറ് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായി അദ്ദേഹം പങ്കെടുത്തു. ഇവിടെ കൊണ്ടുവന്നു. ഈ ശബരിമല തീർത്ഥാടനവും ചെങ്ങന്നൂരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് വിജയൻ ചേട്ടനുണ്ട് ഇവിടെ, ആരോടും പറയേണ്ട കാര്യമില്ലല്ലോ. ആ ശബരിമല തീർത്ഥാടനത്തിന്റെ കേന്ദ്രമായ ഈ ചെങ്ങന്നൂരിനെ ഗേറ്റ് വേ ഓഫ് ശബരിമല എന്ന് റെയിൽവേ പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടായിരുന്നു. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP ആയി വന്ന് UPA ഗവൺമെന്റിന്റെ കാലത്താണ് അന്ന് റെയിൽവേ മന്ത്രിയായിരുന്ന അഹമ്മദ്, ഞാൻ അന്ന് ചെങ്ങന്നൂർ MLA ആണ്. അഹമ്മദ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഗേറ്റ് വേ ഓഫ് ശബരിമലയായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ പ്രഖ്യാപിച്ചത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. അതിന്റെ ഗുണം എന്താണെന്നറിയോ? അതിന്റെ ഏറ്റവും വലിയ ഗുണമാണ് ഇപ്പോ ഒടുവിൽ വന്ദേ ഭാരത് ട്രെയിൻ വന്നപ്പോ അനുവദിക്കപ്പെട്ട കേരളത്തിലെ സ്റ്റോപ്പുകളിൽ ചെങ്ങന്നൂർ ഉണ്ടായിരുന്നില്ല. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹം ഫൈറ്റ് ആരംഭിച്ചു. അദ്ദേഹം എല്ലായിടത്തും എത്തിച്ചു. ഭരണകൂടത്തോട് പറഞ്ഞു, ഇത് ഗേറ്റ് വേ ഓഫ് ശബരിമലയാണ്, ശബരിമലയുടെ റെയിൽവേ സ്റ്റേഷനാണ്, ഇവിടെ വന്ദേ ഭാരതിന് സ്റ്റോപ്പ് വേണം. അദ്ദേഹം ഒരു കാര്യം ഏറ്റെടുത്താൽ അത് യാഥാർത്ഥ്യമാകുന്നത് വരെ അതിന്റെ പിന്നിൽ നിന്ന് പോരാടി അത് യാഥാർത്ഥ്യമായിട്ട് മാത്രം പിന്മാറുന്ന ഒരു സ്വഭാവക്കാരനാണ്. അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ടാണ് ഇപ്പോ വന്ദേ ഭാരത്. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് K. സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകണമായിരുന്നു. ചെങ്ങന്നൂരിൽ നിന്നാണ് കയറിയത് വന്ദേ ഭാരത് എക്സ്പ്രസിൽ. ഇവിടുന്ന് കയറി ഉച്ചയ്ക്ക് അവിടെ 12 മണിക്ക് കണ്ണൂരെത്തി, 12 മണിക്ക്, 1 മണിക്ക് കാസർഗോഡ്. അപ്പോ അദ്ദേഹം റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മെമ്പർ കൂടിയാണ്. ചെറിയനാട് റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ്. പണ്ടത്തെ ചെറിയനാട് റെയിൽവേ സ്റ്റേഷനിൽ എത്ര ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ഇല്ലേ? നമുക്ക് ഈ ചെങ്ങന്നൂരുകാർക്ക് അറിയാലോ. ആ ചെറിയനാട് റെയിൽവേ സ്റ്റേഷനെ സജീവമാക്കിയത്, കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിപ്പിച്ചത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അല്ലേ? തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ലിഫ്റ്റും എസ്കലേറ്ററും വരുന്ന സമയത്ത് ലിഫ്റ്റും എസ്കലേറ്ററും വന്ന റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ. ഇതൊക്കെ തൊട്ടു കാണിക്കാവുന്ന വികസനമാണ്. ചുമ്മാ വെറുതെ മൈക്കിന്റെ മുമ്പിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷ് എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചാൽ നമ്മളിങ്ങനെ 1, 2, 3, 4, 5, 6, 7 എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറയും. പിന്നെ അത് കേൾക്കാൻ കൂടി ഇരുന്ന് തരേണ്ടി വരും. അത് പിന്നെ കേട്ടിട്ടേ പോകാവൂ. അവിടെ ലോഞ്ച് വന്നു, കഫറ്റേറിയ വന്നു, പ്ലാറ്റ്ഫോമുകളുടെ നീളം എക്സ്റ്റെൻഡ് ചെയ്തു, അവിടെ കവർ റൂഫിട്ടു, എല്ലാ സൗകര്യങ്ങളും. ഇപ്പൊ 230 കോടിയുടെ അന്താരാഷ്ട്ര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷനാകുന്ന പുതിയ പദ്ധതി കൂടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. മാവേലിക്കരക്കാരുണ്ട്, നൂറിനാട്ടെ ITBP അല്ലേ സെന്റർ കൊണ്ടുവന്നത് ആരാ? അവിടെ അദ്ദേഹം 1000 കോടി. ഇപ്പൊ ഇവിടെ വരുന്ന ശ്രീ മല്ലികാർജുൻ ഖർഗെ, അദ്ദേഹം കേന്ദ്ര തൊഴിൽ മന്ത്രിയായിരുന്നു, ക്യാബിനറ്റ് മന്ത്രി. അദ്ദേഹത്തിന്റെ ഒപ്പം കേന്ദ്ര തൊഴിൽ സഹമന്ത്രിയായിരുന്നു ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. 1000 കോടിയുടെ ഗുൽബർഗയിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ആരംഭിച്ച അതേ 1000 കോടിയുടെ മെഡിക്കൽ കോളേജാണ് നൂറിനാട്ടല്ല മാവേലിക്കരയില് 100 ഏക്കറില് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലേ, കൊച്ചാലുമൂട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ അനുവാദവും കിട്ടി. 1000 കോടിയുടെ മെഡിക്കൽ കോളേജ്. ഇപ്പോഴത്തെ ആലപ്പുഴ ജില്ലയിലെ ഒരു MLA, അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്.
ജില്ലാ പഞ്ചായത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഭൂമി അവര് ആ ഭൂമി അനുവാദം കൊടുക്കാത്തതിന്റെ പേരിൽ മാത്രമാണ് 1000 കോടിയുടെ മെഡിക്കൽ കോളേജ് ഈ മാവേലിക്കര പാർലമെന്റിന്, അല്ലെങ്കിൽ ഇപ്പോൾ ഗുൽബർഗയിൽ ഉള്ളതുപോലെ ഒരു മെഡിക്കൽ കോളേജ് ഈ നമ്മുടെ ചെങ്ങന്നൂരിന് തൊട്ടടുത്ത് ഈ കൊച്ചാലുമൂട്ടിൽ വരേണ്ടതാണ്. അപ്പോ ആ മെഡിക്കൽ കോളേജ് വന്നാൽ കൊടിക്കുന്നിൽ സുരേഷിനും കോൺഗ്രസ് പാർട്ടിക്കും UDF-നും അതിന്റെ പ്രയോജനം കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് അത് അട്ടിമറിച്ച ആളുകളാണ് വികസനത്തെക്കുറിച്ച് ഇപ്പൊ വാദോരാതെ സംസാരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ കുട്ടനാട്ടിൽ അദ്ദേഹത്തിന്റെ വികസന കയ്യൊപ്പ് പതിഞ്ഞ നിരവധിയായ വികസന പദ്ധതികൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതിനെല്ലാം ഉപരിയായി ഞാൻ പറഞ്ഞല്ലോ, മുഴുവൻ സമയവും ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന, ജനങ്ങളിൽ നിന്നും ഊർജം സ്വീകരിക്കുന്ന ഈ നിമിഷം നമ്മൾ ഓർക്കുകയാണ് ശ്രീ ഉമ്മൻചാണ്ടി. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ എത്രയോ തവണ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ ആരോഗ്യത്തിന്റെ ആവശ്യകതകളെല്ലാം അവഗണിച്ച് ഇവിടെയെല്ലാം ഓടിയെത്തേണ്ട ഒരാളാണ് ശ്രീ ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയെ പോലെ, ഉമ്മൻചാണ്ടിയെ കണ്ട് വളർന്നവരാണ് നമ്മളെല്ലാം. ആൾക്കൂട്ടത്തിൽ നിന്നും ഉമ്മൻചാണ്ടിയെ കുറിച്ച് മാധ്യമപ്രവർത്തകര് വിശ്രമിച്ചാൽ ക്ഷീണിക്കുന്ന ഒരാളെന്നാണ് പറഞ്ഞത്. നമ്മളൊക്കെ ക്ഷീണിക്കുമ്പോൾ വിശ്രമിക്കുന്ന ആളുകളാണ്. ഉമ്മൻചാണ്ടി വിശ്രമിച്ചാൽ അദ്ദേഹം ക്ഷീണിക്കും. അപ്പോ ആ ഉമ്മൻചാണ്ടിയിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് ആൾക്കൂട്ടത്തിൽ നിന്നും ഊർജം സ്വീകരിച്ച് മുഴുവൻ സമയവും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ജനകീയനായ ഒരു രാഷ്ട്രീയ നേതാവ്. ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ആർക്കും ഒരു ആശങ്കയും വേണ്ട. 102 സീറ്റിലേക്കാണ് ഒന്നാം ഘട്ടത്തിൽ ഇലക്ഷൻ നടന്നത്. ഒപ്പീനിയൻ പോളുകളെല്ലാം പുറത്തു വന്ന എത്ര സീറ്റിലാ? 72 സീറ്റിൽ കോൺഗ്രസ് മുന്നണി ജയിക്കും എന്നാണ് പറയുന്നത്. 102 നടന്നതേ ഉള്ളൂ. അതിൽ UP മുതലുള്ളതുകൊണ്ട് ഇങ്ങോട്ട് ഒരു സംശയവും ആർക്കും വേണ്ട. ഇപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി സമനില തെറ്റി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് പോലും തെരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും രാജ്യത്തെ ജനങ്ങളുടെ ട്രെൻഡ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അവർക്ക് മനസ്സിലായി എന്നതുകൊണ്ടാണ്. ഇപ്പോ ഞങ്ങളൊക്കെ തെലങ്കാനയിലുണ്ട്. ഇപ്പോൾ അവിടെ കഴിഞ്ഞ തവണ 3 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ ഒരു 10-12 സീറ്റ് ജയിക്കും. കർണാടകത്തിൽ കഴിഞ്ഞ തവണ ഒരു MP ഉണ്ടായിരുന്നുള്ളൂ, ശിവകുമാറിന്റെ സഹോദരൻ സുരേഷ്. 16-17 MP-മാരുണ്ടാകും കർണാടകത്തിന് ഇത്തവണ. തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണ 39 ഉണ്ടായിരുന്നുള്ളൂ, 40. ഇത്തവണ 40 39-1. അതായത് തമിഴ്നാട് നമ്മൾ എടുക്കുമ്പോൾ തമിഴ്നാട് പ്ലസ് പോണ്ടിച്ചേരി ചേർത്താ പറയുന്നത്. 39 തമിഴ്നാട്ടിലും 1 പോണ്ടിച്ചേരിയിലും. ആ 40 കഴിഞ്ഞ തവണ 39 കിട്ടി. തേനി തോറ്റുപോയി. ഇത്തവണ തേനി അടക്കം നമ്മൾ 40 ജയിക്കും, തമിഴ്നാട്ടിൽ ജയിക്കും. കേരളത്തിൽ 1 സീറ്റാണ് കഴിഞ്ഞ തവണ പോയത്. അതും പോകാൻ പാടില്ലാത്തതുകൊണ്ടാണ് രാജ്യസഭാ മെമ്പറായ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുന്നത്. അദ്ദേഹം ആലപ്പുഴ തിരിച്ചു പിടിക്കുന്നതോടുകൂടി ഇവിടെ 20 കേരളത്തിൽ ജയിക്കും. പിന്നെ ഇവർക്ക് എവിടെ നിന്നാണ് ഈ 370-400 ഒക്കെ? കേരളത്തിൽ നിന്നില്ല, തമിഴ്നാട്ടിൽ നിന്നില്ല, കർണാടകത്തിൽ നിന്നില്ല, തെലുങ്കാനയിൽ നിന്നില്ല. രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ 1 സീറ്റും കോൺഗ്രസിന് കിട്ടിയിട്ടില്ല. ഇത്തവണ നല്ല മുന്നേറ്റം ഉണ്ടാകുമെന്ന് അവരുടെ ഇന്റേണൽ സർവേ പറയും, നമ്മുടെയല്ല, BJP-യുടെ. മധ്യപ്രദേശിൽ ചിന്ദ്വാര 1 ജയിച്ചിട്ടുള്ളൂ, 10-ലധികം സീറ്റുകളിൽ ഇത്തവണ ജയിക്കും. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടി, ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസ്, ഡൽഹി ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യാണ്. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി ഒരുമിച്ച് നിൽക്കുകയാണ്, 3 പാർട്ടി. NCP, ശിവസേന, കോൺഗ്രസ്. വലിയ മുന്നേറ്റം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇത് വെറുതെ ഇവിടെ വന്നുകൂടിയിരിക്കുന്ന ആളുകൾക്ക് ഒരാവേശമായിട്ട് പോട്ടെ എന്ന് കരുതിയിട്ട് ചുമ്മാ പറയുന്നതല്ല. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, യുക്തിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിലയിരുത്തിയിട്ടാണ് പറയുന്നത്. BJP-ക്ക് 200 സീറ്റ് കടക്കാൻ കഴിയില്ല. കോൺഗ്രസിന്റെ മുന്നണി ബഹുഭൂരിപക്ഷത്തിൽ ഈ രാജ്യത്ത് അധികാരത്തിൽ വരുമ്പോൾ, കഴിഞ്ഞ തവണ സഹമന്ത്രി ആയിരുന്നെങ്കിൽ ഇത്തവണ ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ കാറ് മാവേലിക്കരയിലും ചെങ്ങന്നൂരിലും ചങ്ങനാശ്ശേരിയിലും കുട്ടനാട്ടും കുന്നത്തൂരും പത്തനാപുരത്തും കൊട്ടാരക്കരയിലും എല്ലാം സഞ്ചരിക്കും. നമ്മളെയും കൂടെ അതിനകത്ത് കയറ്റിയാൽ മതി. ഞാൻ തമാശ പറഞ്ഞതാണ്. അദ്ദേഹം എല്ലാവരെയും ഉൾക്കൊണ്ട് കയറ്റി സാധാരണക്കാരുടെ ഒപ്പം, സാധാരണ പ്രവർത്തകരുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ചുമ്മാ ഹൈവേയിലൊക്കെ വേറെ ചില ആളുകളുടെ ഫോട്ടോ വെച്ചിട്ട് ആ മന്ത്രി ഈ മന്ത്രി എന്ന് പറയുന്ന പോലെ ഈ BJP ഇടതുപക്ഷക്കാർ അങ്ങനെയൊന്നും പറയുന്നില്ല. അവർ പറയുന്നത് എന്താണ്?
ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളെന്നാണ്. പക്ഷെ ഇന്ത്യയിൽ ഇത് എവിടെ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രയാസം. തമിഴ്നാട്ടിൽ ഒരാൾ മത്സരിക്കുന്നുണ്ട്, സു വെങ്കടേശൻ എന്നാണ് അയാളുടെ പേര്, അല്ലേ? ഏത് കോൺസ്റ്റിറ്റ്യുവൻസി? മധുരൈ. സു വെങ്കടേശന്റെ ഒരു പോസ്റ്റർ ഞാൻ കണ്ടു. സു വെങ്കടേശന്റെ പോസ്റ്ററിനകത്ത് ഇടതുവശത്ത് വലിയ രാഹുൽ ഗാന്ധി, വലത്തുവശത്ത് വലിയ സ്റ്റാലിൻ, നടുക്ക് സു വെങ്കടേശൻ. എടാ സു വെങ്കടേശ, ഈ ഇരട്ടച്ചങ്കൻ, കാരണഭൂതൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കേരളത്തിലുള്ളപ്പോ ആ പിണറായി വിജയന്റെ ഫോട്ടോ വെക്കണ്ടേ? ഞാൻ ഒരാളോട് ചോദിച്ചപ്പോ തമിഴ്നാട്ടിലുള്ള ഒരു CPM എന്നോട് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് ജയിക്കണ്ടേ എന്നാണ്. സ്വതന്ത്രരാണെങ്കിലും മത്സരിക്കുമ്പോൾ ജയിക്കാനാണ്. ഈ പിണറായി വിജയന്റെ പടം വെച്ചടിച്ചാൽ സു വെങ്കടേശൻ അറിയാം അവിടെ ജയിക്കത്തില്ല. വെറുതെ കോൺഗ്രസ്സുകാരെ കലിപ്പിച്ച് ഉള്ള വോട്ടും കൂടെ കളയണ്ട എന്നുള്ളത് കൊണ്ടാണ്. ബംഗാളില് അവിടെ ഇയാൾ പോകുന്നുണ്ടോ? നമ്മുടെ കാരണഭൂതൻ, ഇരട്ടച്ചങ്കൻ, ഇന്ത്യയുടെ ക്യാപ്റ്റൻ എന്നൊക്കെ പറയുന്ന ആള് ബംഗാളിൽ പോകുന്നുണ്ടോ ക്യാമ്പയിന്? ഇല്ല. പോകാത്ത എന്തുകൊണ്ട്? അവർക്ക് വേണ്ടാത്തതുകൊണ്ടാണ്. അവർ പറഞ്ഞു ഞങ്ങൾ എങ്ങനെയും 1-2 സീറ്റ് ജയിക്കാൻ നിൽക്കുകയാണ്, ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കരുതെന്നാണ് അവർ പറയുന്നത്. അപ്പോ ഈ ഇന്ത്യയിൽ എവിടെയും ഇല്ല. സിക്കാറിൽ മത്സരിക്കുന്നു, രാജസ്ഥാനിൽ. അവിടെ ഞാൻ ഇലക്ഷന്റെ ക്യാമ്പയിന്റെ പോസ്റ്റർ കണ്ടു. അതിനകത്ത് രാഹുൽ ഗാന്ധിയും ഖാർഗെജിയും സോണിയാഗാന്ധിയും ഉണ്ട്, കൂടെ കെ.സി. വേണുഗോപാലിന്റെ ഫോട്ടോയുണ്ട്. രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ മെമ്പറാണ് കെ.സി. വേണുഗോപാൽ. അദ്ദേഹത്തിന്റെ ഫോട്ടോ, വലിയ ഫോട്ടോയും വെച്ചിട്ടാണ് സിക്കാറിൽ അമ്ര പാലിനോ മറ്റോ പേരുള്ള CPM-ന്റെ നേതാവ് അവിടെ സിക്കാറിൽ നിന്ന് മത്സരിക്കുന്നത്. ഇതാണ് അവരുടെ ഒരു ദേശീയ ചിത്രം. എന്നിട്ട് ആവശ്യമില്ലാത്ത മാനിഫെസ്റ്റോ വായിച്ചാൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആകെ 46 സീറ്റിലാണ് മത്സരിക്കുന്നത്. എന്നിട്ട് അവർ അധികാരത്തിൽ വരും എന്ന രൂപത്തിലാണ് പ്രചരണം നടത്തുന്നത്. അതുകൊണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല. മൂന്നാം മുന്നണി ഇല്ലല്ലോ. ഇന്ത്യ മുന്നണിയും NDA മുന്നണിയും മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ. ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ സാധാരണ ഇലക്ഷൻ കഴിഞ്ഞാൽ മൂന്നാം മുന്നണി ഉണ്ടാകും എന്നൊക്കെ പറയും. ഇപ്പൊ അവര് പോലും പറയുന്നില്ല. മൂന്നാം മുന്നണി എന്ന് പറഞ്ഞൊരു സംവിധാനമൊന്നും ഇല്ല ഇവിടെ. 2 മുന്നണികൾ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുള്ളൂ. ഒന്ന് NDA മുന്നണിയാണ്, 2 ഇന്ത്യ മുന്നണിയാണ്. അപ്പൊ ആ ഇന്ത്യ മുന്നണി ഈ രാജ്യത്ത് അധികാരത്തിൽ വരും. ആ അധികാരത്തിൽ വരുമ്പോൾ ഈ രാജ്യത്ത് നമ്മൾ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ജനങ്ങളോട് പറഞ്ഞ് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാം. വളരെ നേരത്തെ വന്ന് വളരെ താല്പര്യത്തോടുകൂടി ഈ രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തെ കേൾക്കുന്ന ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള പ്രത്യേകമായ അഭിവാദ്യങ്ങൾ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.